സ്നേഹമുള്ളവരെ, അഭയം പാലിയേറ്റീവ് കെയറിൻ്റെയും ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റലിൻ്റെയും സംയുക്ത സംരംഭമാണ് പഞ്ചായത്ത് തലങ്ങളിലുള്ള പാലിയേറ്റീവ് ലിങ്ക് സെൻ്ററുകളുടെ ആരംഭം. തൃശ്ശൂർ ജില്ലയിലെ ആദ്യത്തെ അഭയം ശാന്തിഭവൻ പാലിയേറ്റീവ് ലിങ്ക് സെൻ്റർ ഇന്ന് വരന്തരപ്പള്ളി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതിലുള്ള എൻ്റെ സന്തോഷം ഈ അവസരത്തിൽ നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ സ്നേഹപൂർവ്വം അറിയിക്കട്ടെ. അളഗപ്പ നഗർ പഞ്ചായത്തിലെയും അതുപോലെ തന്നെ വരന്തരപ്പള്ളി പഞ്ചായത്തിലെയും പരിധികളിലുള്ള ഭവനങ്ങളിലെ വൃദ്ധർക്കും കിടപ്പ് രോഗികൾക്കും മരണാസന്നർക്കും വേണ്ടി ഈ ലിങ്ക് സെൻ്റർ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇവിടെ തളർന്നു കിടക്കുന്നവർക്ക് ഫിസിയോതെറാപ്പി, വൃദ്ധരും അവശരുമായ നമ്മുടെ പ്രിയപ്പെട്ടവർ വീട്ടിൽ തെന്നി വീഴാനിട വരികയോ അല്ലെങ്കിൽ കസേരയിൽ നിന്ന് മറിഞ്ഞു വീഴുകയോ മറ്റൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് പ്ലാസ്റ്റർ ഇടാൻ പറ്റാത്ത ഇടങ്ങളിൽ എല്ലിന് പൊട്ടലുണ്ടാകുന്ന സാഹചര്യത്തിൽ അവസാനത്തെ വീഴ്ചയായി പരിഗണിക്കപ്പെടുന്ന സാഹചര്യമാണ് പലപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ടവർക്കുള്ളത്. ഇങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ അവർക്ക് പാലിയേറ്റീവ് ഹോസ്പിറ്റലിൽ അവരെ കൊണ്ടുവന്ന് അവർക്ക് ഓർത്തോ കെയർ നൽകി പ്രത്യാശയോടുകൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള സഹായവും ഈ ലിങ്ക് സെൻ്ററിൻ്റെ പ്രവർത്തനത്തിലൂടെ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ധാരാളം നല്ല മനസ്സുള്ള ഈ പഞ്ചായത്ത് പരിധികളിലെ സഹോദരന്മാരാണ് ഈ പ്രവർത്തനങ്ങൾക്ക് ഊർജം പകരുന്നത്. അവരെ പാലിയേറ്റീവ് ഫെലോഷിപ്പ് അംഗങ്ങൾ എന്ന പേരിലാണ് അവരെ വിളിക്കുക. പാലിയേറ്റീവ് ഫെലോഷിപ്പ് അംഗങ്ങൾക്ക് സാമൂഹ്യ സുരക്ഷിതത്വത്തിൻ്റെ ഭാഗമായി സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയുമായി സഹകരിച്ചുകൊണ്ട് ഒരു പ്രത്യേകമായ ആരോഗ്യ ഇൻഷുറൻസ് ഗ്രൂപ്പ് പാക്കേജ് അഭയം പാലിയേറ്റീവ് പരിചരണ ടീം ഇന്ന് ഇവിടെ നടപ്പിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ വീട്ടിലേക്കും അടുക്കളത്തോട്ടം ഉണ്ടാക്കുന്നതിനുള്ള പച്ചക്കറി വിത്തുകളും ഇന്നിവിടെ വിതരണം ചെയ്യുന്നുമുണ്ട്. അതിൻ്റെ ഉദ്ദേശം ഇതാണ്: വിഷം കലരാത്ത പച്ചക്കറി നമ്മളുടെ അനുദിന ജീവിതത്തിലെ ഭക്ഷണത്തിലേക്ക് ഉൾപ്പെടുത്തുന്ന ഒരു പതിവ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് വിത്തുകൾ ഇവിടെ കൊടുക്കുക. ഇവിടെ നിന്ന് 3 മാസം പിന്നിടുമ്പോൾ ആരൊക്കെയാണോ നല്ല അടുക്കളത്തോട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അവർ നമ്മുടെ ലിങ്ക് സെൻ്ററിൽ പേര് നൽകുകയാണെങ്കിൽ അത്രയും വീടുകളിലേക്ക് അടുക്കളത്തോട്ടത്തിൻ്റെ നിലവാരം അളക്കുന്നതിനും ഏറ്റവും നല്ല അടുക്കളത്തോട്ടങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി സമ്മാന പദ്ധതികളും നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. നമ്മളുടെ വീടിന് ചുറ്റുമുള്ള കൊച്ചു കൊച്ചു സ്ഥലങ്ങളിൽ പച്ചക്കറി വിത്തുകൾ പാകി അത് പരിപോഷിപ്പിക്കുക, അത് സാമൂഹ്യമായി മോണിറ്റർ ചെയ്യുക, ഏറ്റവും നല്ല തോട്ടങ്ങൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുക എന്നതിലൂടെ ധാരാളം ജൈവ പച്ചക്കറികൾ നമ്മളുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിച്ചെടുക്കാനും തന്നെയുമല്ല മാരകമായ ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങളിൽ നിന്ന് നമ്മുടെ ജനത്തെ സംരക്ഷിക്കാനും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് സാധിക്കും. ഇവിടെ നമ്മൾ ഈ 2 പഞ്ചായത്ത് പരിധികൾക്ക് വേണ്ടി ഒരു മൊബൈൽ ഫ്രീസർ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നമ്മളുടെ ഈ നാട്ടിലുള്ള നാനാജാതി മതസ്ഥരായ സഹോദരങ്ങൾ മരണപ്പെടുമ്പോൾ ഇന്ന് പണ്ടത്തേതിനേക്കാൾ അധികമായി മൊബൈൽ ഫ്രീസറിൻ്റെ ഉപയോഗം വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ സൗജന്യമായി ഒരു വീട്ടിലെ ആവശ്യത്തിലേക്ക്, മരണാവശ്യത്തിലേക്ക് മൊബൈൽ ഫ്രീസറിൻ്റെ സേവനവും ഇന്നു മുതൽ ഇവിടെ ആരംഭിക്കുകയാണ്. പാലിയേറ്റീവ് ഫെലോഷിപ്പ് അംഗങ്ങൾക്ക് സെപ്റ്റംബർ 1 മുതൽ അവരുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായി ഡോക്ടർമാരെ കാണുകയും ഡോക്ടർമാർ എഴുതി കൊടുക്കുന്ന ബ്ലഡിൻ്റെയും യൂറിൻ്റെയും പരിശോധനകൾക്കുള്ള ആ സാഹചര്യവും ലിങ്ക് സെൻ്ററിൻ്റെ പ്രവർത്തനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന കാര്യം സന്തോഷപൂർവ്വം ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ. പാലിയേറ്റീവ് ഫെലോഷിപ്പ് അംഗങ്ങൾക്ക് വളരെ സൗജന്യമായ നിരക്കിൽ
ലാഭമില്ലാത്ത വിധത്തിലെന്ന പോലെ തന്നെ ടെസ്റ്റുകൾ ചെയ്തു കിട്ടാനുള്ള സാഹചര്യം നമ്മുടെ ലിങ്ക് സെന്ററിൻ്റെ പ്രവർത്തനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന കാര്യം നിങ്ങളെ അറിയിക്കട്ടെ. അതുപോലെ തന്നെ ഫെലോഷിപ്പ് അംഗങ്ങൾക്ക് വർഷത്തിലൊരിക്കൽ അവരുടെ ലിവർ, കിഡ്നി, ഹാർട്ട്, അതുപോലെ തന്നെ തൈറോയിഡ് എന്നിവയുടെ ക്ഷമത പരിശോധിക്കാനുള്ള ഫ്രീ ഏർലി ഡിറ്റക്ഷൻ പദ്ധതിയും അവർക്ക് ക്രമീകരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം ഈ അവസരത്തിൽ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്നേഹമുള്ള സഹോദരന്മാരെ, ജാതി, വർണ്ണ, വർഗ, രാഷ്ട്രീയ വ്യത്യാസം കൂടാതെ നമുക്കിന്ന് ഈ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ഇവിടെ ഒരുമിച്ച് കൂടാം. നമുക്ക് സ്നേഹവും സന്തോഷവും സാഹോദര്യവും പങ്കുവയ്ക്കാം. അതിർത്തികളില്ലാത്ത, സമാനതകളില്ലാത്ത സാഹോദര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അന്തരീക്ഷം നമ്മുടെ നാട്ടിൽ വളർന്നു വരുവാൻ ഈ പാലിയേറ്റീവ് പ്രഥമ ലിങ്ക് സെൻറ്റർ കാരണമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും പിന്തുണയും ഈ സംസ്കാരം വളർത്തിയെടുക്കുവാനുള്ള കൂട്ടായ യത്നത്തിലുള്ള നിങ്ങളുടെ പങ്കാളിത്തവും ഓരോരുത്തരിൽ നിന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ശത്രുക്കൾ അവനെ വിട്ടുകൊടുക്കുകയില്ല. അവനെ സഹായിക്കും. Hello. Let's. എല്ലാവർക്കും നമസ്കാരം. ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മുടെ പരിപാടി ഇവിടെ ആരംഭിക്കുകയാണ്. അഭയം ശാന്തിഭവൻ പഞ്ചായത്ത് തല പ്രഥമ പാലിയേറ്റീവ് ലിങ്ക് സെന്ററിന്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. അപ്പോ ഈ ഒരു ചടങ്ങിലേക്ക് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന വിശിഷ്ട വ്യക്തികളെ ആദ്യമേ തന്നെ ഞാൻ ഈ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇനിയും ആരെങ്കിലും ഈ സദസ്സിനിടയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ദയവായി സ്റ്റേജിലേക്ക് എത്തിച്ചേരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയും നമ്മുടെ പരിപാടിയുടെ ഔപചാരികമായി തന്നെ ആരംഭിക്കുകയാണ്. നമ്മുടെ ഈ പരിപാടിയിലെ മുഖ്യ പ്രഭാഷണം ചെയ്യാമെന്ന് ഏറ്റിരുന്ന മുൻ നിയമസഭാ സ്പീക്കറായിട്ടുള്ള ശ്രീ കെ രാധാകൃഷ്ണൻ അവർ എത്തിച്ചേർന്നിട്ടില്ല. കാരണം നമുക്കെല്ലാം അറിയാം, നമ്മളെല്ലാം വിട്ടുപോയ അടൂർ വിജയൻ എന്ന രാഷ്ട്രീയ ചിന്തകൻ, രാഷ്ട്രീയ വ്യക്തിത്വം
അദ്ദേഹത്തിന്റെ ആ ഒരു സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനുള്ളത് കൊണ്ടാണ് അദ്ദേഹം എത്തിച്ചേരാൻ കഴിയാതെ വന്നത്. പക്ഷേ തീർച്ചയായിട്ടും ഇവിടെ ഈ ഒരു പരിപാടി അവസാനിക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ഇവിടെ എത്തിച്ചേരും എന്ന് ശ്രീ കെ രാധാകൃഷ്ണൻ അവർ നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും ബാക്കി എല്ലാവരും തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പരിപൂർണമായിട്ടുള്ള സഹകരണവും ഒപ്പം തന്നെയുള്ള നിങ്ങളുടെ മനോഭാവം എല്ലാമാണ് നമ്മുടെ ഈ പരിപാടിയുടെ വിജയം. അപ്പൊ അതിനുവേണ്ടി വരന്തരപ്പള്ളി പഞ്ചായത്ത് തല, അളഗപ്പനഗർ പഞ്ചായത്ത് തല നിവാസികളെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഞാൻ ആദ്യമേ തന്നെ സ്വാഗതം ചെയ്യുന്നു. ഒരു നല്ല കൈയടി. ഈ ഒരു പരിപാടിയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞാൽ തന്നെ ചിലപ്പോൾ ഇങ്ങനെയുള്ള കയ്യടികളായിരിക്കണം. കാരണം നമ്മൾ ചെയ്യുന്നത് ഒരു വലിയ വലിയ കാര്യങ്ങളാണ്, കാരുണ്യമാണ്, നന്മയാണ്. അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളിലൂടെ നമ്മൾ ഇനി പോകാൻ പോവുകയാണ്. പ്രത്യേകിച്ച് ഈ ഒരു വരന്തരപ്പള്ളി പഞ്ചായത്ത് അല്ലെങ്കിൽ അളഗപ്പനഗർ പഞ്ചായത്ത് തല നിവാസികൾക്ക് ഏറ്റവും വലിയൊരു കാര്യം, അവിടെ ഒരു പ്രഥമ ലിങ്ക് സെന്റർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അഭയം ശാന്തിഭവൻ പാലിയേറ്റീവ് കെയറിന്റെ വകയായിട്ട് തീർച്ചയായിട്ടും അതിൽ ഏറ്റവും കൂടുതൽ അഭിമാനിക്കേണ്ടതും ഇവിടുത്തെ നാട്ടുകാർ തന്നെയാണ്. ഒപ്പം തന്നെ 1.5 ലക്ഷം രൂപയുടെ ഒരു ഇൻഷുറൻസ്, ആ ഒരു പരിരക്ഷയുള്ള ഇൻഷുറൻസ് ഒരു വർഷത്തേക്ക് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. ഫെലോഷിപ്പ് അംഗങ്ങൾക്കാണ് കൊടുക്കുന്നതെങ്കിൽ കൂടി ഇങ്ങനെ ഒരു ഉദ്ഘാടനം ഇവിടെ നടക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സദസ്സിലേക്ക് എത്തിച്ചേർന്ന അല്ലെങ്കിൽ ഈ ഒരു പരിപാടി കാണാൻ എത്തിച്ചേർന്ന 3 പേർക്ക് നമ്മളത് കൊടുക്കുന്നുണ്ട്. ആ വ്യക്തിക്കുള്ള ഇൻഷുറൻസ് കിട്ടണമെങ്കിൽ ഒരു നെയിം സ്ലിപ്പ് ഒക്കെ എഴുതിയിട്ട് ഒരു ഫോം ഫില്ല് ചെയ്യാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയും ഫോം ഫില്ല് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഫില്ല് ചെയ്യുക. നമ്മുടെ വോളണ്ടിയേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായ രീതിയിൽ പറഞ്ഞു തരും. അങ്ങനെ ഒരു ഫില്ല് ചെയ്ത ഫോംസ് തീർച്ചയായിട്ടും അവരെ ഏൽപ്പിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾ 3 പേർക്ക് അങ്ങനെ ഒരു ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാക്കുകയാണ്. ഒപ്പം തന്നെ തീർച്ചയായിട്ടും നമ്മുടെ അടുക്കളയിലേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്യ സംസ്ഥാനത്ത് നിന്ന് ഒരുപാട് പച്ചക്കറികളൊക്കെ വരുന്നുണ്ട്. ഈ പച്ചക്കറികളൊക്കെ കടിച്ചു കഴിച്ച് അവസാനം എവിടെ എത്രയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പരിതാപകരമാണ്. ക്യാൻസർ പോലുള്ള മഹാവിപത്തുകളൊക്കെ നമ്മുടെ ശരീരത്തെ ആക്രമിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. ഈ ഫാസ്റ്റ് ഫുഡും അതോടൊപ്പം തന്നെയുള്ള കീടനാശിനിയൊക്കെ അടിച്ച പച്ചക്കറിയൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാ അതൊക്കെ ആക്രമിക്കാതിരിക്കുക? അപ്പൊ അതിനുവേണ്ടി നിങ്ങളുടെ അടുക്കള ഒരു നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ തന്നെ പോകുമ്പോൾ അവിടെ സ്വയം നിർമ്മിതമായിട്ടുള്ള പച്ചക്കറികൾ ഉപയോഗിക്കണമെന്ന് താല്പര്യമുള്ളവർക്കായി 400ഓളം വിത്തുകൾ, ഏകദേശം 400ഓളം പച്ചക്കറി വിത്തുകൾ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. വന്ന എല്ലാവർക്കും തന്നെ അത് കൈമാറുന്നുണ്ട്. ഒപ്പം തന്നെ ഇനിയും നിങ്ങളുടെ ടെറസിന്റെ മുകളിലോ അല്ലെങ്കിൽ വീട്ടിലോ ഒരു പച്ചക്കറിത്തോട്ടം നിർമ്മിക്കണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ പ്രഥമ ലിങ്ക് സെന്ററിൽ നിങ്ങളൊന്ന് പേര് രജിസ്റ്റർ ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള എല്ലാ സഹായവും ചെയ്യും. ഒപ്പം തന്നെ 3 മാസങ്ങൾക്ക് ശേഷം നിങ്ങളുടെ പരിചരണം ഏറ്റവും നല്ല രീതിയിലാണെങ്കിൽ അതിന് നല്ലൊരു സമ്മാനം തരികയാണ് അഭയം ശാന്തിഭവൻ പാലിയേറ്റീവ് കെയർ. അപ്പൊ അതും സ്വീകാര്യമായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ നമുക്കൊന്ന് കൈയടിച്ച് തന്നെ അങ്ങനെ ഒരു കാര്യമായിരിക്കാം. നമ്മുടെ സമൂഹത്തിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. പ്രത്യേകിച്ച് ചികിത്സയുടെ കാര്യത്തിൽ ഒരുപാട് പേർ കഷ്ടപ്പെടാറുണ്ട്. ആ ചികിത്സയുടെ കാര്യത്തിലൊക്കെ അങ്ങനെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുടെ ഏക ആശ്രയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർവശക്തനായ തമ്പുരാനാണ്. ആ ദൈവത്തിന്റെ വഴികൾ മാത്രമാണ് പാവപ്പെട്ടവരുടെ ഏകാശ്രയം. അങ്ങനെ ഒരു വഴിയാണ് അഭയം പാലിയേറ്റീവ് കെയർ ആൻഡ് ശാന്തിഭവൻ പാലിയേറ്റീവ് കെയർ. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ, പ്രത്യേകിച്ച് കിടപ്പ് രോഗികൾ, അവർക്ക് സാന്ത്വനവും ചികിത്സയും സൗജന്യമായി നൽകിക്കൊണ്ട് സ്നേഹത്തിന്റെയും കരുണയുടെയും പരിചരണത്തിന്റെയും മറ്റൊരു മുഖമായിരിക്കുകയാണ് ശാന്തിഭവൻ ആൻഡ് അഭയം പാലിയേറ്റീവ് കെയർ. മികവിന്റെ മുദ്രയുമായി 3 വർഷം പൂർത്തിയാക്കുന്ന ശാന്തിഭവൻ പാലിയേറ്റീവ് കെയർ ഹോസ്പിറ്റൽ ഇന്ന് ഒരുപാട് നിർദ്ധനരുടെ ആശ്വാസമാണ്, സാന്ത്വനമാണ്. ഈ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച് തീർച്ചയായിട്ടും നമ്മൾ ഒന്ന് സ്മരിക്കേണ്ടതായിട്ടുണ്ട്, 2 വാക്ക് പറയേണ്ടതായിട്ടുണ്ട്. കാരണം ഈ ഒരു ഹോസ്പിറ്റൽ ഊരകത്തിന്റെ, ഇരിഞ്ഞാലക്കുടയുടെ, തൃശ്ശൂരിന്റെ, എന്തിന് മധ്യ കേരളത്തിന്റെ തന്നെ അഭിമാനമാണ്. കാരണം ഒരുപാട് പാലിയേറ്റീവ് കെയർ ഒക്കെ ഉണ്ടെങ്കിലും കേരളത്തിൽ തന്നെ അല്ല, ഇന്ത്യയിൽ തന്നെ ഏക പാലിയേറ്റീവ് ഹോസ്പിറ്റലാണ് ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റൽ. ഒരിക്കൽ കൂടി ഒന്ന് കൈയടിക്കാൻ നമുക്ക് ഇന്ത്യയിലെ തന്നെ മറ്റ് ഹോസ്പിറ്റലുകളോട് കിടപിടിക്കുന്ന തരത്തിലുള്ള എക്യുപ്മെന്റ്സ്, മെഷീനറി, ഡോക്ടേഴ്സ്, സ്റ്റാഫുകൾ എല്ലാം ഈ ഒരു ഹോസ്പിറ്റലിന്റെ മുതൽക്കൂട്ടാണ്. 3 വർഷം കൊണ്ട് തന്നെ സേവന രംഗത്തെ പ്രവർത്തനങ്ങളെ മികവുറ്റതാക്കാൻ ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റലിന് കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങൾ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ പരിധികളിൽ കൂടി ആരംഭിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് തൃശൂർ ജില്ലയിലെ പ്രഥമ ലിങ്ക് സെന്റർ അളഗപ്പനഗർ വരന്തര പഞ്ചായത്തുകളിലെ ഭവനങ്ങൾക്ക് വേണ്ടി വരന്തരപ്പള്ളി റിംഗ് റോഡിലുള്ള പടമാട്ടുമൽ ഷോപ്പിംഗ് കോംപ്ലക്സിൽ ആരംഭിക്കുന്നത്. ഇതിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനമാണ്
ഇനി ഇപ്പോ ഇവിടെ വെച്ച് നടക്കാൻ പോകുന്നത് ഈ ലിങ്ക് സെന്റർ ഈ നാട്ടിലെ ജനങ്ങൾക്കായി ഫിസിഷ്യന്റെ നേതൃത്വത്തിൽ ജനറൽ ഒ.പി, പാലിയേറ്റീവ് രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ, എയർബെഡ് മുതലായവ ഈ സെന്ററിൽ നിന്നും തികച്ചും സൗജന്യമായി തന്നെ ലഭിക്കുന്നതാണ്. ഒപ്പം തന്നെ അളകപ്പുറങ്ങൾ വരന്തരപ്പള്ളി പഞ്ചായത്ത് പരിധികളിൽ മരണപ്പെടുന്നവർക്ക് സൗജന്യ മൊബൈൽ ഫ്രീസർ സൗകര്യവും ഉണ്ടായിരിക്കുന്നതാണ്. ഒപ്പം തന്നെ ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റലിന്റെ ഫെല്ലോഷിപ്പ് അംഗങ്ങൾക്കായുള്ള ഫുള്ളി ഓട്ടോമേറ്റഡ് മെഡിക്കൽ ലബോറട്ടറിയുടെ സൗജന്യ നിരക്കിലുള്ള സേവനവും മെഡിക്കൽ ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതിയും ക്യാൻസർ കെയർ പദ്ധതിയും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇനി ഈ ഒരു പ്രഥമ ലിങ്ക് സെന്ററിന്റെ ഉദ്ഘാടന പരിപാടിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പൊ അതിനുവേണ്ടി ഇപ്പോ ഏകദേശം ഒരു ധാരണയായി കഴിഞ്ഞു എന്താണ് ഈ ലിങ്ക് സെന്റർ എന്ന്. നമ്മുടെ അഭയമാൻ ശാന്തിഭവൻ പാലിയേറ്റീവ് കെയറിന്റെ ആദ്യത്തെ തൃശൂർ ജില്ലയിലെ ആദ്യത്തെ ലിങ്ക് സെന്റർ ആണ് നമ്മളിവിടെ ഈ വരന്തരപ്പള്ളി പഞ്ചായത്ത് തല അതിർത്തിയിൽ ആരംഭിക്കുന്നത്. അപ്പോ ഒരുപാട് രോഗികൾക്ക്, പ്രത്യേകിച്ച് നിർധനരായ ഒരുപാട് രോഗികൾക്ക് അതൊരു മുതൽക്കൂട്ടാവും. ഒപ്പം തന്നെ നിങ്ങൾക്കും അത്തരത്തിലുള്ള ഫെല്ലോഷിപ്പുകളിൽ പങ്കുചേരാവുന്നതാണ്. കാരണം ഇങ്ങനെ ഒരു കാര്യം ശാന്തിഭവൻ അല്ലെങ്കിൽ നമ്മുടെ അഭയം പാലിയേറ്റീവ് കെയർ ചെയ്യുന്നത് അവർക്ക് ഒരുപാടൊന്നും ഉള്ളത് കൊണ്ടല്ല, നിങ്ങളുടെ എല്ലാവരുടെയും സഹായം കൊണ്ട് മാത്രമാണ്. അങ്ങനെയുള്ള ചെറിയ സഹായങ്ങൾ ഈ അഭയമാൻ ശാന്തിഭവൻ പാലിയേറ്റീവ് കെയർ സ്വരൂപിച്ച് നിർധനരായ എല്ലാവരെയും കണ്ടെത്തി, എല്ലാ രോഗികളെയും, കിടപ്പ് രോഗികളെ, പ്രത്യേകിച്ച് വയസ്സായിട്ടുള്ള ആളുകൾ, അവരെ കണ്ടെത്തി ചികിത്സിക്കുന്നു. 24 മണിക്കൂറും നിങ്ങൾക്കായുള്ള ചികിത്സ സൗകര്യമുണ്ട്. ഒപ്പം തന്നെ കിടപ്പ് രോഗികളാണെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ വന്ന് തന്നെ ചികിത്സ നൽകുകയും ചെയ്യുകയാണ്. അപ്പോ മഹത്തരമായിട്ടുള്ള ഒരു കാര്യം നടക്കാൻ പോവുകയാണ്, ഏറ്റവും വലിയൊരു കാര്യം നടക്കാൻ പോവുകയാണ്. അപ്പൊ അതിനുവേണ്ടി തന്നെ ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങൾ ദൈവത്തോട് നന്ദി പറയേണ്ടതായിട്ടുണ്ട്. കാരണം ഇങ്ങനെ ഒരു പ്രഥമ ലിങ്ക് സെന്റർ ഇവിടെ തന്നെ വരാൻ സാധിച്ചത്. അപ്പൊ നമ്മുടെ പരിപാടി ഔപചാരികമായി തന്നെ ഇനി ഉദ്ഘാടനം ചെയ്യപ്പെടേണ്ട സമയമാണ്. അതിനായി ഈ ഒരു പ്രോഗ്രാം സ്വാഗതം ആശംസിക്കുന്നതിനായി ഡയറക്ടർ അഭയം പാലിയേറ്റീവ് കെയർ ആൻഡ് കോ ഫൗണ്ടർ ആൻഡ് സിഇഒ ഓഫ് ശാന്തിഭവൻ ഹോസ്പിറ്റൽ ശ്രീ ഫാദർ ജോയ് പുത്തൂർ അവരെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നല്ലൊരു കൈയടിയോടുകൂടി തന്നെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഫാദർ ജോയ് പുത്തൂർ. അതിന് മുന്നോടിയായി നമുക്ക് ഈശ്വര പ്രാർത്ഥന എഴുന്നേറ്റ് നിൽക്കാം. തൃശ്ശൂർ അതിരൂപതയുടെ അധ്യക്ഷൻ, അഭയം പാലിയേറ്റീവ് കെയറിൻ്റെ ചെയർമാനുമായ അഭിമന്യ മാർ ആൻഡ്രൂസ് നാട്ടുപിതാവെ, വളരെ ദൂരം തന്നെ വളരെ നേരത്തെ ഈ ചടങ്ങിലേക്ക്, ഈ ചടങ്ങ് ഈ നാടിനു വേണ്ടി മോടിയാക്കാനും ഈ സർവീസ് ഉദ്ഘാടനം ചെയ്യാനും വേണ്ടി കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും ഓടിയെത്തിയ കാഞ്ഞിരപ്പള്ളി രൂപതയുടെ അധ്യക്ഷനും KCBC സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ സീറോ മലബാർ സഭയുടെ പ്രതിനിധിയുമായ അഭിമന്യ മാത്യു അറയ്ക്കൽ പിതാവേ, സൗജന്യ OP ഉദ്ഘാടനത്തിനായി തൃശൂർ ജില്ലാ പഞ്ചായത്തിൽ നിന്നും ഇവിടെ എത്തിയിരിക്കുന്ന വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ
ശ്രീമതി ജെന്നി ജോസഫ്, അളഗപ്പ നഗർ വരന്തരപ്പള്ളി പഞ്ചായത്ത് പരിധിയിലെ ഭവനങ്ങൾക്ക് വേണ്ടി അഭയം ശാന്തിഭവൻ തയ്യാറാക്കിയിട്ടുള്ള സൗജന്യ സേവന പദ്ധതികളുടെ ഉദ്ഘാടനത്തിനായിട്ട് എത്തിച്ചേർന്നിട്ടുള്ള കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി അമ്പിളി സോമൻ, ഈ 2 പഞ്ചായത്ത് പരിധികളിലെ ഭവനങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ മരണപ്പെടുമ്പോൾ ഈ ലിങ്ക് സെന്ററിൽ നിന്നും സൗജന്യമായി ക്രമീകരിക്കുന്ന മൊബൈൽ ഫ്രീസർ പദ്ധതിയുടെ ഉദ്ഘാടനത്തിനായി എത്തിച്ചേർന്നിരിക്കുന്ന വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഔസേബ് ചെരടായി, മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതി അവതരിപ്പിക്കുന്നതിന് വേണ്ടി സ്റ്റാർ ഹെൽത്തിൽ നിന്നും എത്തിച്ചേർന്നിരിക്കുന്ന ഏരിയ മാനേജർ ശ്രീ ഷൈജു ഈജൻ, ഇൻഷുറൻസ് പാക്കേജിന്റെ ഔദ്യോഗിക രേഖാ സമർപ്പണം നടത്തുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന സ്റ്റാർ ഹെൽത്ത് ബ്രാഞ്ച് മാനേജർ ശ്രീമതി ശ്രീജ ബൈജു, വരന്തരപ്പള്ളി ബ്രാഞ്ച് ലിങ്ക് സെന്ററിൽ നിന്ന് വിവിധ മുനിസിപ്പാലിറ്റികളിലേക്കും പഞ്ചായത്തുകളിലേക്കും എറണാകുളം ജില്ലയിലെ ചോർണിക്കര പഞ്ചായത്തിലേക്കും ദീപശിഖ ഏറ്റുവാങ്ങാൻ എത്തിച്ചേർന്നിട്ടുള്ള ഔദ്യോഗിക പ്രതിനിധികളെ, അഭയം ശാന്തിഭവൻ പ്രവർത്തകരെ, ആശംസാ പ്രസംഗം നിർവഹിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എറണാകുളം ജില്ലാ ചോർണിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ AP ഉദയകുമാർ, ഫാദർ ജോൺസൺ ഒലക്കെങ്കിൽ, ഡോക്ടർ KU രാജേഷ്, ശ്രീമതി ടെസി വിൽസൺ, ഡോക്ടർ സുഷിൻ സുന്ദരൻ, ഫാദർ ജോസ് അരിമ്പൂർ, ശ്രീ കൃഷ്ണൻകുട്ടി പൊട്ടനാട്, ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റലിന്റെ ചീഫ് അഡ്മിനിസ്ട്രേറ്ററും അഭയം പാലിയേറ്റീവ് കെയറിന്റെ ജോയിന്റ് സെക്രട്ടറിയുമായ റവറൻഡ് സിസ്റ്റർ തെരസീന, വേദിയിലെ വിശിഷ്ട വ്യക്തികളെ, സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഈ ഹോളിന്റെ ഉള്ളിലുള്ള നിങ്ങളുടെ സാന്നിധ്യം നമ്മൾ ഈ ദേശത്ത് നൽകിക്കൊണ്ടിരിക്കുന്നതും ഇന്നു മുതൽ ആരംഭിക്കാനിരിക്കുന്നതുമായ സേവന പ്രവർത്തനങ്ങൾ നമ്മുടെ ഈ നാട് ഏറ്റെടുത്തതിൻ്റെ ശുഭ സൂചകമായിട്ടാണ് ഞാൻ വിലയിരുത്തുന്നത്. നിങ്ങളുടെ സാന്നിധ്യത്തെ ഓർത്ത് പ്രത്യേകം നന്ദിയോടെ, സ്നേഹത്തോടെ നിങ്ങൾക്ക് നന്ദിയുടെ മറുമലരുകൾ സ്നേഹപൂർവ്വം ഞാൻ ആദ്യമേ അർപ്പിക്കട്ടെ. 2014 വർഷത്തിലാണ് ഈ പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങൾ തൃശൂർ ജില്ലയിൽ അഭയം ശാന്തിഭവൻ കൂട്ടായ്മയുടെ അടിസ്ഥാനത്തിൽ ആരംഭിക്കാനായിട്ട് ഇടയായത്. ഇതിൻ്റെ പ്രധാനമായ ഒരു കാര്യം, നമ്മളൊക്കെ ഈ ഭൂമിയിലെ നിരവധിയായ ജോലികൾ ചെയ്ത് നിരവധിയായ വ്യക്തിപരമായ സംഭാവനകൾ ഈ ലോകത്തിന് മുൻപിൽ വ്യത്യസ്തങ്ങളായ രീതിയിൽ നൽകി കടന്നു പോകുന്നതിനിടയിൽ രോഗങ്ങൾ വരാം, വാർദ്ധക്യം നിർബന്ധമായും വരും. അങ്ങനെ മുഖ്യധാരയിൽ നിന്ന് നമ്മൾ നമ്മളുടെ വീടിന്റെ ഉൾമുറിയിലേക്ക് പിന്മാറുന്ന നമ്മളുടെ ആവശ്യമായ സാഹചര്യത്തിൽ നമ്മളെ അന്വേഷിക്കാനായിട്ടുള്ള ഒരു സംവിധാനം ആരോഗ്യമുള്ള ഇപ്പോൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനും സാമാന്യം സാധിക്കുന്ന ഈ സമയത്ത്
നമ്മൾ ചെയ്തു വെച്ചാൽ അതിൻ്റെ ഗുണം എനിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ സമയമാകുമ്പോൾ നമുക്കെടുക്കാൻ സാധിക്കും. മുഖ്യധാരയിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ കൂടെ ഇടത്തും വലത്തും മുന്നിലും പിന്നിലും ചുറ്റും നമുക്ക് ആളുകളെ കാണാൻ സാധിക്കും. മുഖ്യധാരയിൽ നിന്ന് നമ്മൾ നീങ്ങിക്കഴിഞ്ഞാൽ വീടിന്റെ അകത്തേക്ക് നമ്മൾ ചുരുക്കപ്പെടുമ്പോൾ പിന്നെ വളരെ അപൂർവം നല്ല മനസ്സുള്ള സഹോദരന്മാരുടെ സഹോദരികളുടെ ആ സേവന തൽപരതയും സ്നേഹവും സാഹോദര്യവും ഉള്ളതുകൊണ്ട് അവരെ നമ്മളൊന്ന് വന്ന് സന്ദർശിച്ച് ടാറ്റ പറഞ്ഞു പോയി. അത്യാപത്ത് വരുമ്പോൾ പറയാൻ പറ്റുന്ന സമയമുണ്ട്, അത്യാപത്ത് വരുമ്പോൾ പറയാൻ പറ്റാത്ത സമയമുണ്ട്. ഈ വിഷമസന്ധിയിൽ എനിക്ക് പറയാൻ പറ്റിയാലും പറ്റാതെ വന്നാലും എന്നെ അറിയുന്ന ആ സ്നേഹ കൂട്ടായ്മ എൻ്റെ മുഖത്ത് നോക്കി, എൻ്റെ ശരീരത്തിൻ്റെ പ്രതികരണങ്ങൾ നോക്കി എനിക്ക് ഈ സേവനം ആവശ്യമാണെന്ന് വിലയിരുത്തി എൻ്റെ വേദനയിലും എൻ്റെ മാനസിക സംഘർഷത്തിലും എനിക്കൊരു അയവ് പകരാൻ അതിന് ഒരു സംവിധാനം ഉണ്ടാക്കി വെച്ചില്ലെങ്കിൽ അത് ശരിയാവില്ല എന്നുള്ള ചിന്ത കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രവർത്തനം ഇവിടെ രൂപപ്പെടുത്തിയെടുക്കാനായിട്ട് ഇടപെടുന്നത്. ഇതിൻ്റെ പല തരത്തിൽ ഇത് എത്ര പറഞ്ഞാലും തീരാത്ത കടല് പോലെയുള്ള ഒരു വിഷയമായതുകൊണ്ട് സമയത്തിന്റെ പരിമിതിയുള്ളതിനാൽ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനു മുന്നോടിയായി സേവനങ്ങളെ കുറിച്ച് ഒരു വാക്ക്. ഒന്ന്, കിടപ്പ് രോഗികളുടെ അടുത്ത് ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും പേര് നമ്മുടെ ലിങ്ക് സെന്ററിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ 2 ആഴ്ച കൂടുമ്പോൾ കിടപ്പ് രോഗിയുടെ അടുത്ത് നമ്മുടെ മെഡിക്കൽ ടീം ചെല്ലും. ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് ആവശ്യമുണ്ട് എന്ന് കിടക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിലയിരുത്തുന്നത് ആളുടെ അത്യാസന്ന നിലയിലെത്തുമ്പോഴാണ്. അതേസമയം കിടക്കുന്ന വ്യക്തിയുടെ അടുത്ത് മെഡിക്കൽ ടീം ചെല്ലുമ്പോൾ, അത് ക്രമമായി ചെല്ലുമ്പോൾ അത്യാസന്ന നിലയിലേക്ക് എത്തുന്ന പല സാഹചര്യങ്ങളെയും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് 2 ആഴ്ച കൂടുമ്പോഴുള്ള ക്രമമായി വെച്ചിട്ടുള്ളത്. വൃദ്ധരുടെ അടുത്ത് ശ്രീമതി രാജേശ്വരി അവർക്കും ഈ കൂട്ടായ്മയുടെ പേരിൽ സ്നേഹപൂർവ്വം തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അധികം ദീർഘിപ്പിച്ച് മറ്റുള്ളവർ പറയേണ്ട കാര്യമില്ല. ഈ അവസരത്തിൽ ഇതിന് ഇങ്ങനെ ഒരു നേതൃത്വം കൊടുക്കുന്നതിന് നിങ്ങൾക്ക് സ്വാഗത പ്രസംഗത്തിൽ തന്നെ മനസ്സിലായി. ഇതിൻ്റെയൊക്കെ ബ്രെയിൻ ബഹുമാനപ്പെട്ട ജോലിയച്ചനും പിന്നെ സിസ്റ്റർ തെരസീനയാണ് ഇതിന് പിന്നിലുള്ള നേതൃത്വം എന്ന്. അവർ നേതൃത്വം കൊടുത്തിട്ടുള്ള നല്ലൊരു ടീം, ഡോക്ടേഴ്സ് അടക്കം നേഴ്സസ് അടക്കമുള്ള ടീമുണ്ട്. ആദ്യമേ തന്നെ ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത ഈ ടീമിന് എൻ്റെ വക പ്രത്യേകമായ വിധത്തിൽ ഒരു അനുമോദനങ്ങൾ അർപ്പിക്കാൻ ഈ നാടിൻ്റെ പേരിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ സ്ഥിതിവിവര കണക്ക്, ഡെമോഗ്രാഫിക്സിന്റെ കണക്കനുസരിച്ച് ലോകത്തിൽ ഏറ്റവും ഈ ചെറുപ്പക്കാരുണ്ടാകാൻ പോകുന്ന രാജ്യം ഇന്ത്യയാണ്. 2030 ഇന്ത്യയിലെ ആവറേജ് പ്രായം 29-30 ഇടയ്ക്ക് ആയിരിക്കും എന്നാണ് പൊതുവെ പറയുന്നത്. പക്ഷേ അതിലൊരു സംസ്ഥാനത്ത് മാത്രം അതിലൊരു എക്സെപ്ഷൻ ഉണ്ട്. ആ എക്സെപ്ഷൻ ഉള്ള സംസ്ഥാനം ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാം. ഇന്ത്യയിൽ ചെറുപ്പക്കാർ കുറഞ്ഞു വരുന്ന ഒരു സംസ്ഥാനം ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാം. അത് ഏതാ? കേരളമാണ്. മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ചെറുപ്പക്കാര് ആണ് അധികം. നമ്മുടെ അവിടുത്തെ കുട്ടികളും ഇല്ല, ഉള്ള ചെറുപ്പക്കാർക്ക് പുറത്തേക്കും പോവുകയാണ്. അതുകൊണ്ട് നമ്മുടെ കേരളത്തിൽ ഇനി കൂടുതലായിട്ട് ഉണ്ടാകാൻ പോകുന്ന വിഭാഗം ആരാണെന്ന് ചോദിച്ചാൽ സംശയമില്ലാതെ പ്രായമായിട്ടുള്ളവരുടെ അംഗസംഖ്യ കേരളത്തിൽ കൂടിക്കൂടി വരികയാണ്. ചെറുപ്പക്കാരൊക്കെ പുറത്തേക്ക് പോകുന്നു, കുട്ടികൾ കുറഞ്ഞു വരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തൃശ്ശൂർ അതിരൂപതയുടെ കാര്യം നോക്കിയപ്പോൾ ഓർഫനേജുകളൊക്കെ ഇപ്പോൾ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ വൃദ്ധമന്ദിരങ്ങൾ കൂടി വരികയും ചെയ്യും. ഇങ്ങനെയുള്ളപ്പോൾ ഈ സാഹചര്യത്തില് പ്രായമായിട്ടുള്ളവർക്ക് വൃദ്ധമന്ദിരങ്ങളിൽ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇവിടെയുള്ള പ്രായമായിട്ടുള്ളവരും അവരെല്ലാവരും അത് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഞാൻ പണിയിച്ച ഇത്ര നാൾ വളർന്ന ഈ വീട്ടിൽ തന്നെ കിടന്ന് മരിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ് പ്രായമായിട്ടുള്ളവരെ 99% എന്നാണ് എനിക്ക് തോന്നുന്നത്. ചെറുപ്പക്കാരും മക്കള് മിക്കവാറൊന്നും നാട്ടിലില്ല.
ഇന്നത്തെ കേരളത്തിന്റെ അവസ്ഥ ഇതാണ്. ഈ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യമായിരിക്കുന്ന ശുശ്രൂഷ പ്രായമായിട്ടുള്ളവർ, പ്രത്യേകിച്ചും കിടപ്പ് രോഗികളായിട്ടുള്ളവർക്കാണ്. അതുകൊണ്ട് തന്നെ രൂപതയുടെ ശതാബ്ദ രജത ജൂബിലി വന്നപ്പോൾ, കാരുണ്യവർഷം വന്നപ്പോൾ ഏതിനാണ് ഇനി കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട മേഖല എന്ന് ചിന്തിച്ചപ്പോഴാണ് ഈ ഭവന കേന്ദ്രീകൃത സാന്ത്വന പരിരക്ഷ അഥവാ പാലിയേറ്റീവ് കെയർ അത് കുടുംബ കേന്ദ്രീകൃതമായി നടത്താമെന്നുള്ള ആശയം വന്നത്. അതിനുവേണ്ടി പലരോടും ചോദിച്ചപ്പോൾ ജോയി എച്ച് തൃശ്ശൂർ രൂപതയിൽ തന്നെ നേതൃത്വം എടുത്തു വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സിസ്റ്റേഴ്സ്, ഫ്രാൻസിസ് സിസ്റ്റേഴ്സ് ഓഫ് സെന്റ് ക്ലെയർ, അവർ എറണാകുളം ഭാഗത്തുള്ളവരാണെങ്കിൽ തൃശ്ശൂർ വന്ന് പല്ലിശ്ശേരി വന്നപ്പോൾ പിന്നെ അത് ഒരു നേതൃത്വം എടുത്ത് മുന്നോട്ട് വന്നത്. ഇതിന് ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ നിങ്ങൾ തന്നെ പ്രായമായിട്ടുള്ളവർക്കറിയും, അവരോട് സംസാരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അവർ ഏത് കാര്യത്തെക്കുറിച്ച് പ്രായമായിട്ടുള്ളവർ ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കും, നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വിഷയം ഏതാണ്? ചെറുപ്പക്കാരാണെങ്കിൽ അവർ സിനിമയെക്കുറിച്ച്, ഇപ്പൊ ദിലീപിനെ കുറിച്ച്, പിന്നെ ചെറുപ്പക്കാർ ഇപ്പൊ പറയാൻ പോകുന്നത് സോഷ്യൽ മീഡിയയിൽ വാട്സപ്പിനെ കുറിച്ചൊക്കെ ചെറുപ്പക്കാർ പറയുമ്പോൾ പ്രായമായിട്ടുള്ളവർ ഏറ്റവും കൂടുതൽ പറയുന്ന വിഷയം ഏതായിരിക്കും? തങ്ങളുടെ രോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ, ഇതിന്റെ അവസ്ഥകൾ എങ്ങനെ പരിഹരിക്കുമാകും എന്ന് പറയാൻ ഇവിടെ വരുമ്പോഴാണ് വിവിധങ്ങളായ പദ്ധതികളിലൂടെ അഭയം പാലിയേറ്റീവ് കെയർ കേരളത്തിന് പുതിയൊരു സംസ്കാരവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. നമ്മളൊക്കെ കൊടുക്കുന്ന നികുതി പണം കൊണ്ട് സർക്കാർ, ഇപ്പൊ യൂറോപ്പിലും മറ്റൊക്കെ ആണെങ്കിൽ ഇങ്ങനെയുള്ള പാലിയേറ്റീവ് കെയറിന് ഒരുപാട് സംവിധാനങ്ങൾ സർക്കാർ തന്നെ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാരിൽ നിന്ന്, നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് നിശ്ചിതമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും അവർ വ്യക്തികളെ വെച്ചിരിക്കുകയാണ്. വീടുകളിൽ പോയി ശുശ്രൂഷ ചെയ്യാനായിട്ട് സർക്കാർ തന്നെ സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടില് അതുപോലെയുള്ള സാമ്പത്തിക വളർച്ച ഇല്ലാത്തതിനാൽ NGO ധാരാളമായിട്ട് വരേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ആതുര ശുശ്രൂഷ രംഗത്ത് ആശുപത്രികൾ തുടങ്ങി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി. പുതിയ മേഖല, ഏറ്റവും ആവശ്യമായിരിക്കുന്ന മേഖല ഇന്ന് ഏറ്റവും അധികം വിഷമിക്കുന്ന ഈ ആതുര ശുശ്രൂഷ മേഖലയിലാണ്. മദർ തെരേസ തന്റെ ദൗത്യം കൽക്കട്ടയിലെ കാളിഘട്ട് അമ്പലത്തിന്റെ സൈഡിൽ അവർ ഒരുപാട് പേര് പ്രായമായിട്ടുള്ളവർ കിടക്കുമ്പോൾ ആ അമ്പലത്തിന്റെ സൈഡിൽ നിന്ന്, അമ്പലത്തിന്റെ സൈഡിൽ തന്നെ ആദ്യത്തെ ആശുപത്രി, ആദ്യത്തെ ആശ്രമം ആരംഭിച്ച് അവിടുത്തെ രോഗികളെ ശുശ്രൂഷിച്ചപ്പോൾ മദർ തെരേസ പറഞ്ഞൊരു വാക്കുണ്ട്. എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? ഇവരെല്ലാവരും മരിക്കും, പക്ഷേ അവരൊക്കെ മരിക്കുന്നത് എങ്ങനെ? ആർക്കും വേണ്ടാത്തവരായിട്ടാണ്, ആരാരും സ്നേഹിക്കപ്പെടാത്തവരായിട്ടാണ്, ആരും എത്തി നോക്കാത്തവരായി അങ്ങനെ മരിക്കുന്നവരുടെ ഇടയിൽ നിങ്ങളെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. മാന്യമായ, മനോഹരമായ, സ്നേഹം സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു നല്ല മരണം ലഭിക്കുക എന്നുള്ളതാണ് ഏറ്റവും ദൈവികമായത്. അങ്ങനെയാണ് മദർ തെരേസ തന്റെ സാന്ത്വന പരിരക്ഷ, മദർ തെരേസ ചെയ്യുന്ന അധികവും ഇതുപോലുള്ള സാന്ത്വന പരിരക്ഷയുടെ പ്രവർത്തനങ്ങൾ തന്നെയാണ് ആരംഭിച്ചത്. നമ്മുടെ നാട്ടില് ഇതുപോലെയുള്ള സാന്ത്വന പരിരക്ഷയ്ക്ക് അത് മതമോ ജാതിയോ വർണ്ണമോ വർഗമോ എന്നില്ല. പ്രായമായിട്ട് കിടക്കുമ്പോൾ ആരും തിരിഞ്ഞു നോക്കാത്ത സമയത്ത് മക്കൾ പോലും എല്ലാവർക്കും കിടന്ന് ഇടയ്ക്കൊക്കെ ഒരു ഫോൺ ചെയ്യുകയും വല്ല പ്രധാനപ്പെട്ട ആവശ്യങ്ങൾക്ക് മാത്രം ഒരു സുഖല്ലേ എന്ന് ചോദിച്ചപ്പോൾ വരുന്ന സാഹചര്യത്തിൽ തൊട്ടടുത്തുള്ളവരാണ്, അകലെയുള്ള സ്നേഹിതനേക്കാൾ അടുത്തുള്ള ശത്രുക്കൾ പോലും ചിലപ്പോൾ നല്ലവരെന്ന് പറയുന്ന പോലെ അടുത്തുള്ളവരാണ് ഏറ്റവും കൂടുതൽ അഭയമായിരിക്കുന്നത്. ഈ വാക്ക് തന്നെ ഏറ്റവും സുന്ദരമാണ്. അതിനെ ഇങ്ങനെയുള്ള പരിരക്ഷയ്ക്കായിട്ട് സേവനങ്ങൾ, ഒരുപാട് സേവനങ്ങളെ കുറിച്ച് പറഞ്ഞു, മനോഹരമായിരിക്കുന്നു. ഈ സേവനങ്ങൾ ചെയ്യാൻ ഞാൻ പറയുന്നത് ഇവിടുത്തെ വളണ്ടിയേഴ്സും നേഴ്സസും ഡോക്ടേഴ്സും ഇത് മറ്റുള്ളവരിലേക്ക് നടക്കേണ്ട. ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരൊക്കെ ചിന്തിക്കുക, നിങ്ങൾക്കും വരും കേട്ടോ ഈ പ്രായം. അപ്പോ മക്കളൊന്നും നാട്ടിലുണ്ടാവില്ല, അടുത്തുള്ളവർ നിങ്ങൾ തന്നെയുള്ളൂ. അതുകൊണ്ട് റിട്ടയർ ചെയ്ത് തുടങ്ങുന്നവരെങ്കിലും പ്രത്യേകിച്ചൊന്ന് ആലോചിക്കുക, അടുത്തുള്ള പ്രായമായിട്ടുള്ളവരെ സഹായിക്കാനായിട്ട് സാന്ത്വന പരിരക്ഷയുമായിട്ട് ഇറങ്ങിത്തിരിക്കണമെന്ന്. എനിക്ക് ഇതില് അർഘ്യപിതാവ് വന്നപ്പോൾ വലിയ സന്തോഷമുണ്ട്. കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ദീർഘയാത്ര ചെയ്തിട്ട് വരുന്നത്. ഇങ്ങനെയൊരു പ്രസ്ഥാനമായതിന്റെ പേര് മാത്രമാണ് പിതാവ് വന്നതെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അല്ലെങ്കിൽ വരില്ല. വേറെ വല്ല വലിയ ഉദ്ഘാടനങ്ങളൊക്കെ ആണെങ്കിൽ പിതാവ് വരില്ല. ഈ മെത്രാനാവുന്നതിന് മുമ്പ്
മലനാട് വികസന കോർപ്പറേഷൻ, പീരുമേട് വികസന കോർപ്പറേഷൻ, അങ്ങനെയൊക്കെ ആ കാർഷിക രംഗത്തും ആ മലനാടിന്റെ ഹൈറേഞ്ചിന്റെ മുഴുവൻ വികസനത്തിന് വേണ്ടി ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെച്ച ഒരു വ്യക്തിത്വമാണ് ആർക്കെ പിതാവ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ വിത്ത് കൊടുക്കുന്നു പറഞ്ഞിട്ട് നല്ല ഓർഗാനിക് ഫലമുലാദികൾ പഴങ്ങളൊക്കെ കിട്ടാനായിട്ട് ഇവിടെ എന്താ വിത്ത് പച്ചക്കറിക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. ഇതിന് എന്തെങ്കിലും ഇനി റബ്ബർ അടക്കം കാർഷിക രംഗത്ത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഇനി പിതാവിന് ആ വിഷയമില്ല കേട്ടോ. പറയാൻ തുടങ്ങിയ സമയത്ത് പിതാവ് ആ വിഷയത്തിൽ തുടങ്ങിയാൽ പിന്നെ അവസാനിപ്പിക്കില്ല എന്നറിയാം. അതുകൊണ്ട് ഈ ഫീൽഡിൽ മേഖലയിൽ വിദഗ്ധനാണ്. അങ്ങനെ ഒരു വ്യക്തിത്വം കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ഇത്രയും ദൂരം ഈ വരദരപ്പള്ളിയിലേക്ക് വന്നപ്പോ പിതാവ് ഞങ്ങളൊക്കെ പ്രത്യേകിച്ച് ഈ വിഷയത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് സാമൂഹ്യ സേവന രംഗത്ത് വളരെയേറെ സേവനം ചെയ്ത പിതാവ് ഈ ഗ്രാമത്തിലേക്ക് വന്നതിന് ഞാൻ ഇവിടെയുള്ള എല്ലാവരുടെ പേരില്, കാരണം അവിടെ നിന്ന് ഇതിനു വേണ്ടിയിട്ട് സാമാന്യം ആരും വരില്ല, ഇപ്പൊ നമ്മൾ തന്നെ വരാൻ ബുദ്ധിമുട്ട്. ഈ വിഷയത്തിന്റെ പ്രാധാന്യം കൊണ്ടാണ് പിതാവ് വന്നത്. ഞങ്ങൾ എല്ലാവരുടെ പേരിലും പിതാവിന് നല്ലൊരു നന്ദി വിജയിച്ച് പറയുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ അഭയം പാലിയേറ്റീവ് കെയർ, ശാന്തിഭവൻ പാലിയേറ്റീവ് കെയർ, അളകപ്പനഗർ, പിന്നെ വരദരപ്പള്ളി പഞ്ചായത്തുകാർ മാത്രമല്ല, വേറെ ഒരുപാട് മുനിസിപ്പാലിറ്റി പഞ്ചായത്തുകാരും ഉണ്ട്. നിങ്ങളത് സ്വന്തമായി ഏറ്റെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. ഇനി നമ്മളെല്ലാവരും കാത്തിരുന്ന പ്രഥമ ലിങ്ക് സെന്ററിന്റെ ഉദ്ഘാടനമാണ്. ഈ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി കാഞ്ഞിരപ്പള്ളി രൂപതയും KCBC സാമൂഹ്യക്ഷേമ വകുപ്പുമായി വൈപുല്യമുള്ള പിതാവ് ബഹുമാനപ്പെട്ട മാർ മാത്യു അറക്കലിനെ അവരുടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതൊരു ചരിത്ര നിമിഷമാണ്. അപ്പോൾ നിങ്ങളുടെ നിലയ്ക്കാത്ത കരഘോഷങ്ങളായിരിക്കണം ഇതിനകമ്പടിയായി വരേണ്ടത്. നമ്മുടെ പ്രഥമ ലിങ്ക് സെന്ററിന്റെ ഉദ്ഘാടനം നമ്മളിവിടെ നിർവഹിക്കാൻ പോവുകയാണ്. ഒപ്പം തന്നെ ബാക്കി വിശിഷ്ട വ്യക്തികളെ കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഇങ്ങനെയൊരു ഉദ്ഘാടന സമയത്തിലേക്ക്. അഭയം ശാന്തി ഭവൻ പഞ്ചായത്ത് തല പ്രഥമ പാലിയേറ്റീവ് ലിങ്ക് സെന്ററിന്റെ ഉദ്ഘാടനമാണ്. നമ്മൾ ഏവരും കാത്തിരുന്ന ഉദ്ഘാടന കർമ്മം ഇവിടെ നിർവഹിക്കാൻ പോവുകയാണ്. വരദരപ്പള്ളി അളകപ്പനഗർ പഞ്ചായത്ത് തല നിവാസികൾക്കായുള്ള ഏറ്റവും വലിയ സന്തോഷമായിട്ടുള്ള ഇന്നത്തെ ഈ പ്രഥമ ലിങ്ക് സെന്റർ, ആദ്യത്തെ ലിങ്ക് സെന്റർ ഉദ്ഘാടനം ഇവിടെ നടക്കാൻ പോവുകയാണ്. അതിനായി ഞാൻ പിതാവ് മാർ മാത്യു അറക്കലിനെ ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഒരു നല്ല കയ്യടികളോടുകൂടി തന്നെ ദീപം ഉയരുകയാണ്, വെളിച്ചം ഉയരുകയാണ് ഈ നാട്ടിലെ നിവാസികൾക്കായി, സാധാരണക്കാർക്കായി, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കായി ആദ്യത്തെ പ്രഥമ ലിങ്ക് സെന്റർ ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു കയ്യടി മുഴുവട്ടെ. മറ്റു വിശിഷ്ട വ്യക്തികളെ കൂടി ദീപം തെളിയിക്കുന്നതിനായി സ്വാഗതം ചെയ്യുകയാണ്. ഒത്തൊരുമയുടെ ഒരു വിജയമാണ് ഇത്. അഭയവാൻ ശാന്തി ഭവൻ പാലിയേറ്റീവ് കെയറിന്റെ വിജയം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരു പ്രഥമ ലിങ്ക് സെന്റർ ഇവിടെ ആരംഭിക്കുകയാണ്. അതും മറ്റുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ വെല്ലുവിളിച്ചുകൊണ്ട് അതിനൂതന ആധുനികമായിട്ടുള്ള സജ്ജീകരണങ്ങളോടുകൂടി തന്നെ തുടങ്ങുന്ന പ്രഥമ ലിങ്ക് സെന്ററിന്റെ ഉദ്ഘാടനം ഇവിടെ നിർവഹിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഓരോ ദീപം തെളിയുന്നതും അതിവിടുത്തെ നിവാസികൾക്ക് വേണ്ടിയിട്ടാണ്, നാട്ടുകാർക്ക് വേണ്ടിയിട്ടാണ്. ഇനി നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് പ്രഥമ ലിങ്ക് സെന്റർ. കാരണം ഇവിടെ ഇങ്ങനെ ഒരു ലിങ്ക് സെന്റർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കൃത്യമായ തോതിൽ അതിലൊരു ലക്ഷ്യമുണ്ടായിരുന്നു. ഇവിടുത്തെ സാധാരണക്കാർക്ക്, ജനങ്ങൾക്ക്, ഏത് ജനങ്ങളുമാവട്ടെ, തീർച്ചയായിട്ടും അവരുടെ ആവശ്യങ്ങൾ, അത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരാണെങ്കിൽ അവരെ സഹായിക്കുവാനും സാന്ത്വനം നൽകുവാനും കരുണയേകുവാനും ദൈവത്തിന്റെ വിളിയുള്ള അഭയം ശാന്തി ഭവൻ പാലിയേറ്റീവ് കെയറുടെ പ്രഥമ ലിങ്ക് സെന്ററിന്റെ ഉദ്ഘാടനം ഇവിടെ നിർവഹിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഈ ഒരു ലിങ്ക് സെന്റർ നിങ്ങൾക്കായി സമർപ്പിക്കുകയാണ്. നിങ്ങളുടെ കൂടെയാണ്, നിങ്ങളുടെ സ്വന്തമാണ്. രണ്ടു വാക്ക് സംസാരിക്കുന്നതിനായി പിതാവ് മാർ മാത്യു അറക്കൽ അവരുടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
തൃശൂർ അതിരൂപതയുടെ പരമാധ്യക്ഷൻ, കേരള സഭയുടെയും ഭാരത സഭയുടെയും എല്ലാ വിധത്തിലുമുള്ള മുന്നേറ്റത്തിൻ്റെയും ചൈതന്യത്തിൻ്റെയും പരിലക്ഷിതമായിട്ട് പ്രയത്നിക്കുന്ന അതിവന്യനായ മാർ ആൻഡ്രൂസ് പിതാവേ, ഈ ഫൗണ്ടേഷന്റെ എല്ലാമായി പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ജോയി തുറച്ച, ജില്ലാ പഞ്ചായത്ത് ചെയർപേഴ്സൺ ശ്രീമതി എല്ലി ജോസഫ്, വടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി അമ്പിളി സോമൻ, അനന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഔസഫ് ചെറായി, മറ്റ് ബഹുമാനരായിട്ടുള്ള വേദിയിലും സദസ്സിലുമുള്ള ആളുകളെ, ബഹുമാനപ്പെട്ട വൈദികരെ, ഫ്രാൻസിസ്കൻ ക്ലാരിസ് ഓഫ് പൂവർ പ്ലേയേഴ്സിന്റെ മദർ പ്രൊവിൻഷ്യൽ മദർ സിസ്റ്റേഴ്സ്, ഈ സമ്മേളനത്തിന് പങ്കെടുക്കാനുള്ളത് എനിക്ക് ഏറ്റവും സ്നേഹമുള്ള ആളുകൾ. തൃശ്ശൂര് എപ്പോഴും എല്ലാവർക്കും ഒരു മാതൃകയാണ്. ഒരു കാലത്ത് കലാസാഹിത്യ രംഗങ്ങളില് തൃശ്ശൂരിൽ നിന്നായിരുന്നു ആളുകൾ ഉണ്ടായിരുന്നത്, കലാകാരന്മാരും സാഹിത്യകാരന്മാരും ഒക്കെ. പിന്നീട് വളരെ വികസനത്തിന്റെയും മറ്റ് രംഗങ്ങളുടെയും കാര്യങ്ങൾ വന്നപ്പോഴും തൃശ്ശൂർ എപ്പോഴും എല്ലാവർക്കും ഒരു മാതൃകയായി. തൃശ്ശൂർ അതിരൂപത എല്ലാം കൊണ്ടും സഭയ്ക്കും സമൂഹത്തിനും എപ്പോഴും നിരവധിയായിട്ടുള്ള സംഭാവനകൾ ഉൾക്കാഴ്ചകൾ നൽകുന്ന അതിരൂപതയാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, അതിരൂപതനായ കുണ്ടുകുളം പിതാവ് ആദ്യമായി എയ്ഡ് പേഷ്യൻസിന് വേണ്ടി ഒരു ഹോസ്പിറ്റല് തൃശ്ശൂര് രൂപതാ കേന്ദ്രത്തോട് ചേർന്ന് തുടങ്ങി. പലരും വിമർശിച്ചു, ഈ ആശുപത്രിയുടെ തുടങ്ങിക്കഴിഞ്ഞാൽ മറ്റുള്ളവർ തകരില്ലേ. പക്ഷെ പിതാവ് ചോദിച്ച ഒരേ ഒരു ചോദ്യമേ ഉള്ളൂ, ഈ രോഗികള് എയ്ഡ്സ് ബാധിച്ച് നരകിച്ച് മരിക്കുമ്പോഴേ അത് നിങ്ങളുടെ സഹോദരനോ സഹോദരിയോ അമ്മയോ അപ്പനോ ആകാൻ പാടില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും ആരെയും ഉപേക്ഷിക്കാനായിട്ട് പാടില്ല. ഞാൻ ആ കാലഘട്ടങ്ങളിൽ അഭിനന്ദ പിതാവിനോടൊപ്പം എയ്ഡ്സ് സെന്റർ സന്ദർശിച്ച കാര്യം ഞാൻ ഓർക്കുകയാണ്. പിന്നീട് അഭിനന്ദ തൂങ്ങൽ പിതാവ് വന്നു. നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ അപ്രാപ്യമായിട്ടുള്ള മേഖലകളിലേക്ക് നമ്മളെ കൊണ്ടുപോയി. മേജർ സെമിനാരി, എഞ്ചിനീയറിംഗ് കോളേജ്, മെഡിക്കൽ കോളേജ്. കാരണം നമുക്ക് സ്വന്തമായിട്ട് തന്നെ കാര്യങ്ങൾ നടത്താനും ആരെയും ആശ്രയിക്കാതെ മുമ്പോട്ട് പോകാനും ഒരു രാഷ്ട്രീയവും കടന്നില്ലാതെ തന്നെ എല്ലാം മനോഹരമായി തീർക്കാനും ഒക്കെ കഴിയുന്ന വലിയ ഒരു രംഗം. അതിന് തുടക്കം കുറിച്ചത് തൂങ്ങിൽ പിതാവ്. അഭിനന്ദ ആൻഡ്രൂസ് പിതാവ് ഇതിനെല്ലാം മനോഹരമാക്കി ഒന്നും കൂടെ മെച്ചമാക്കിയ രീതിയിലേക്ക് കൊണ്ടുവന്നു. ആരോഗ്യ പരിപാലന രംഗത്ത് ഇന്ന് ഈ സെന്റർ തുടങ്ങുന്ന വഴി അഭയം പാലിയേറ്റീവ് നീഡ് സെന്റർ ഹോസ്പിറ്റൽ തുടങ്ങുന്ന വഴി വിപ്ലവകരമായിട്ടുള്ളൊരു മാറ്റത്തിന് തുടക്കം കുറിക്കുകയാണ്. നമുക്കറിയാം, സർക്കാർ പല രംഗത്തും ഈ പരിപാടികളുമായിട്ട് ബന്ധപ്പെട്ട് തുടക്കം കുറിച്ചിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും എഫക്റ്റീവായിട്ട് കൊണ്ടുപോകാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഞാനിന്ന് പറയുന്നതിന് കാരണം, വികസന രംഗത്ത് സർക്കാരുമായിട്ട് വളരെയേറെ ബന്ധപ്പെട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുമായിട്ട് പ്ലാനിംഗ് കമ്മീഷനിലും ബന്ധപ്പെട്ട പരിപാടികൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ സർക്കാരിന്റെ പരിപാടികൾ ഒരിക്കലും എഫക്റ്റീവായിട്ട് സാധാരണ ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുവാനും അവരെ സഹായിക്കുവാനും കഴിയാതെ വന്നിട്ടുള്ള രംഗങ്ങളാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. ഇവിടെയാണ് നമ്മൾ ആൾക്കാർ ഒന്നിച്ചു ചേർന്ന് ഒരു ലീഡർഷിപ്പോടുകൂടി മുമ്പോട്ട് നീങ്ങുമ്പോൾ അത് ആളുകൾക്ക് വലിയൊരു സഹായമായി, വലിയ അനുഗ്രഹമായിട്ട്, കൃപയായിട്ട് തീരുകയാണ്. നമ്മൾ ആരും ഒറ്റപ്പെട്ട വ്യക്തികളല്ല ഈ ഭൂമിയിൽ. ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ ജീവിക്കുന്നത് മറ്റുള്ളവരുടെ സഹായം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്നിച്ച് സഹകരിച്ച് മുമ്പോട്ട് നീങ്ങാനും സ്നേഹത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് കാര്യങ്ങൾ നീക്കാനും കഴിയണം. എല്ലാ മതങ്ങളുടെയും അടിസ്ഥാനവും അടിത്തറവും സ്നേഹമാണെന്ന് നമുക്കറിയാം. പക്ഷെ ഈ സ്നേഹം മാത്രം എനിക്ക് നിലനിൽക്കില്ല. ഞാനും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കിടക്കുമ്പോൾ സാർത്ഥതയാണ്.
എൻ്റെ കൂടെയുള്ള ഒരാൾക്ക് അസുഖം ഉണ്ടാകുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് അവൻ്റെ അസുഖം എനിക്ക് പടരുമോ ഇല്ലയോ എന്നുള്ളതാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് മാറിക്കഴിയാനായിട്ട് നോക്കുക. വളരെ സിമ്പിളായിട്ട് ജലദോഷം വന്നാൽ പോലും അവനിൽ നിന്ന് മാറി നിൽക്കാനല്ലേ നമ്മൾ ശ്രമിക്കുക. തീർച്ചയായിട്ടും പകരാതെ നോക്കണം. പക്ഷെ അതേസമയം അവനെ ചികിത്സിക്കാനും അവനെ സുഖപ്പെടുത്തുവാനുള്ള നീക്കങ്ങൾ നമ്മൾ ചെയ്യണം. ഈ രംഗത്ത് വലിയൊരു സേവനമാണ് ചെയ്യുക. നമ്മൾ പ്രായമായി കഴിയുമ്പോൾ ആരും നോക്കാതെ വീടുകളുടെ അന്തരങ്ങളിൽ കടക്കുക, ആരുടെയും ശ്രദ്ധയിൽപ്പെടാതിരിക്കുക. ഈ അടുത്ത കാലത്ത് നമ്മൾ വായിച്ച 2 വാർത്തകൾ. ഒരു 88 വയസ്സുള്ള അമ്മാമ വീടിന്റെ ഉള്ളില് ഉറുമ്പരിച്ച് മരിച്ചു കിടന്നു. വേറൊരപ്പാപ്പൻ 83 വയസ്സുള്ള അപ്പാപ്പന് വീടിന്റെ ഉള്ളില് കുറച്ചു നാളായിട്ട് വീട് തുറക്കുന്നില്ല. നോക്കിയപ്പോഴ് ഇതുപോലെ തന്നെ ഉറുമ്പരിച്ച് കിടക്കുകയാണ്. ഇവളുടെ ആരും നമ്മുടെ സമീപയെ അന്യരല്ല. ഞാൻ നിങ്ങൾ ഈ സ്ഥിതിയിലേക്ക് വരാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാനും നിങ്ങളും ഇതുപോലുള്ള അവസരമായിട്ടുള്ള ആളുകളെ സഹായിക്കുവാന്, മറ്റുള്ളവരുടെ ജീവിതം ഒരു തരത്തിൽ മറ്റൊരു തരത്തിൽ സന്തോഷപ്പെടുവാൻ ശ്രമിച്ചില്ലെങ്കിൽ നമ്മുടെ അവസാനം വളരെ ദുരന്തപൂർണമായിരിക്കും. ഞാൻ അധികമൊന്നും സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ പ്രകൃതി കൃഷിയെക്കുറിച്ച് പിന്നെ സംസാരിക്കുകയുണ്ടായി. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ വന്നിരിക്കുന്ന ഇത്രയും പേര് ഈ വിത്ത് മേടിച്ചുകൊണ്ട് പോയി ആ വീടിന്റെ ഏതെങ്കിലും ഒരു കോടിക്കൊണ്ട് വെച്ച് അവസാനം വിത്ത് കളയാനിടയാണ്. നിങ്ങളിത് പാകി കിളിപ്പിച്ച് രാസവളങ്ങളൊന്നും ചേർക്കാതെ തന്നെ നിങ്ങൾ നടുക. അതിന്റെ ഫലങ്ങൾ നിങ്ങൾ എല്ലാ നിങ്ങളുടെ ഭക്ഷണത്തിന് ഉപയോഗിക്കുക. തുടർന്നും അതൊരു റെഗുലർ ഹാബിറ്റായിട്ട് നിങ്ങൾ അത് തീർക്കണം. 10,000 ആൾക്കാരെ ഞങ്ങൾ കോട്ടയം ഡിസ്ട്രിക്റ്റില് ഈ പ്രകൃതി രക്ഷയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങളെ ഇല്ലാതാക്കുന്നതിന് ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഇവിടെ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, വെറുതെ ആരും അലസമായിട്ട് ഇരിക്കരുത്. എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്ന ഏതെങ്കിലും ചെറിയ ആരോഗ്യമെങ്കിലും നമുക്കുണ്ടെങ്കിൽ ഒന്നുകിൽ ഒരു ചെടി വെച്ച് പിടിപ്പിക്കുക, ഒരു കാന്താരിയെങ്കിലും വെച്ച് പിടിപ്പിക്കുക, ഒരു തേനീച്ച കൂടെ പിടിപ്പിക്കാൻ എന്തായിരിക്കും പ്രയാസം? ചെറുതേനെ പിടിപ്പിക്കാൻ ഒരു പ്രയാസം. ചെറുതേനെ കുത്തത്ത് കൊടുക്കും. 1 കിലോ ചെറുതേന്റെ വില 3000 രൂപ. ഇവിടെ ആരും എടുക്കാനില്ലെങ്കിൽ ഞാൻ കൂടുതൽ എടുത്തോളാം. കാരണം അത്ര ഡിമാൻഡാണ് ചെറുതേന്. വൻതേൻ നിങ്ങളൊന്നും പണിയെടുക്കണ്ട. ഈ തേന അവിടെ ഇവിടെ പോയാൽ തേനുണ്ടാക്കി നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് കുടിക്കാം, നിങ്ങൾക്ക് ഇച്ചിരി ആദായം ഉണ്ടാക്കാം. ഇങ്ങനെ ഇതോട് ബന്ധപ്പെട്ട ഒത്തിരിയേറെ കാര്യങ്ങൾ ജോലിച്ച് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതിനെല്ലാം ഇടപെടട്ടെ. ഇത് വലിയ വിപ്ലവകരമായിട്ടുള്ള ആരോഗ്യ വികസനത്തിൻ്റെയും അതോടൊപ്പം തന്നെ സ്വയം പര്യാപ്തതയുമായ വലിയ ഓളങ്ങൾ ഇവിടെ സൃഷ്ടിക്കാൻ ഇടയാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പാലിയേറ്റീവ് കെയർ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നു. Thank you, Father Mar Matthew Arakan. പിതാവിന് കാഞ്ഞിരപ്പള്ളിയിൽ എത്തേണ്ടതാണ്. എനിക്കൊരു പരിപാടിയുണ്ട്. പിതാവിൻ്റെ കൂടെ ഞങ്ങൾക്ക് മുഴുവൻ നേരം ഇരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ പിതാവിന് കാഞ്ഞിരപ്പള്ളിയിൽ എത്തണമെങ്കിൽ അത്ര സമയം വൈകും. ഇതിനു വേണ്ടി മാത്രം വന്നതാണ്. പിതാവിൻ്റെ കൂടെ പോകുന്ന പ്രത്യേകം നന്ദി. നല്ലൊരു കൈയ്യടി കൊടുത്ത് നമുക്ക് യാത്ര അയച്ച പിതാവിനെ അദ്ദേഹത്തിന്റെ മഹനീയമായ സാന്നിധ്യം കൊണ്ട് ഈ ഒരു വേദി അനുഗ്രഹീതമായിരിക്കുകയാണ്. വനന്തരപ്പള്ളി അളകപ്പങ്ങർ പഞ്ചായത്ത് തല പ്രഥമ ലിങ്ക് സെന്റർ ഇവിടെ ആരംഭിച്ചിരിക്കുന്നു. അപ്പോ ഈ ഒരു പഞ്ചായത്തുകളിലെ ഭവനങ്ങൾക്ക് വേണ്ടി ഇങ്ങനെയൊരു പ്രഥമ ലിങ്ക് സെന്റർ അത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാമോ? അറിയാമോ എവിടെയാണ് ലിങ്ക് സെന്റർ എന്ന്? അറിയാമോ? ഇല്ല. ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി പറയുന്നു. ഇത് നമ്മുടെ വനന്തരപ്പള്ളി റിംഗ് റോഡ്, റിംഗ് റോഡിലുള്ള പടമാട്ടമ്മൽ ഷോപ്പിംഗ് കോംപ്ലക്സിൽ മുകളിലത്തെ നിലയിലാണ്. പടമാട്ടമ്മൽ ഷോപ്പിംഗ് കോംപ്ലക്സിലാണ് ഇതിന്റെ
ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് പതിയെ വിശദമായി പറയാം. ഒപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇവിടെ ഒരു ഫോം കിട്ടും, അത് ഫില്ല് ചെയ്തിടുക. അതിൽ വിജയികളാകുന്ന ഭാഗ്യശാലികളായ 3 പേർക്ക് നമ്മൾ സൗജന്യമായ ഇൻഷുറൻസ്, സ്റ്റാർ ഹെൽത്തിന്റെ ഇൻഷുറൻസ് ലഭിക്കുന്നുണ്ടെന്നുള്ളതാണ്. ആ ഇൻഷുറൻസിനെ കുറിച്ച് ഒന്ന് സൂചിപ്പിക്കുകയാണ്. സ്റ്റാർ ഹെൽത്തിന്റെ മെഡിക്കൽ ഇൻഷുറൻസിൽ അംഗത്വം എടുക്കുന്നതിന്റെ പിറ്റേ ദിവസം മുതൽ ക്ലെയിമിന് അർഹതയുണ്ടാവും. സാധാരണ സ്റ്റാർ ഹെൽത്ത് പോളിസി എടുക്കുന്നവർക്ക് 30 ദിവസത്തിന് ശേഷമാണ് ക്ലെയിം ലഭിക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു അഭയമാൻ ശാന്തിഭവൻ പാലിയേറ്റീവ് അംഗങ്ങൾക്കായതുകൊണ്ട് മാത്രം അങ്ങനെ ഒരു അർഹത ലഭിക്കുകയാണ്. ഒപ്പം തന്നെ പോളിസി എടുത്തതിന് ശേഷം 2 വർഷത്തിനുള്ളിലും 4 വർഷത്തിനുള്ളിലും നിശ്ചിത രോഗങ്ങൾക്ക് പോളിസി ഹോൾഡർക്ക് സാധാരണ ക്ലെയിം നൽകാറില്ല. എന്നാൽ അഭയം ശാന്തിഭവൻ പാലിയേറ്റീവ് ഫെലോഷിപ്പ് അംഗങ്ങൾക്ക് സ്റ്റാർ ഹെൽത്ത് ഈ മാനദണ്ഡത്തിൽ ഇളവ് വരുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ 50 വയസ്സ് മുതൽ മെഡിക്കൽ ചെക്കപ്പ് നടത്തി ഫിറ്റ്നസ് ബോധ്യപ്പെടുത്താതെ ഇൻഷുറൻസ് കമ്പനികളൊന്നും തന്നെ മെഡിക്കൽ ഇൻഷുറൻസ് പോളിസി നൽകാറില്ല. എന്നാൽ അഭയം ശാന്തിഭവൻ പാലിയേറ്റീവ് ഫെലോഷിപ്പ് അംഗങ്ങൾക്ക് മെഡിക്കൽ ചെക്കപ്പ് ഇല്ലാതെ തന്നെ പോളിസി അനുവദിക്കുന്നതാണ്. ഒപ്പം തന്നെ ഫലത്തിൽ 1 മാസം പ്രായമുള്ള കുഞ്ഞിന് മുതൽ 55 വയസ്സ് വരെയുള്ള മുതിർന്നവർക്ക് വരെ അഭയം ശാന്തിഭവൻ ഫെലോഷിപ്പിൽ അംഗങ്ങളായി സ്റ്റാർ ഹെൽത്തിന്റെ മെഡിക്കൽ ഇൻഷുറൻസ് പോളിസി എടുത്താൽ നിലവിലുള്ള രോഗികൾക്കും പോളിസി എടുത്തതിന്റെ പിറ്റേന്ന് മുതൽ ക്ലെയിമിന് അർഹതയുണ്ടായിരിക്കും. 55 വയസ്സിന് മുകളിലുള്ളവർക്ക് നിബന്ധനകൾക്ക് വിധേയമായി പോളിസി അനുവദിക്കുന്നതാണ്. അപ്പോ കൃത്യമായ ഒരു ധാരണ എല്ലാവർക്കും ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. നേരത്തെ പിതാവ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നാടുകളിൽ ഇപ്പോ സത്യത്തിൽ പ്രായമാകുന്നവരെ ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ അവർക്കായി ഒരു പ്രത്യേക വീട് തുറന്നു കൊടുത്ത് അതിലേക്ക് ഇടുക, അല്ലെ വീടുകളിൽ നിന്നും അച്ഛനെയും അമ്മയെയും കൊണ്ടുപോയി അവിടെ ആക്കുക, അല്ലെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ വൃദ്ധസദനങ്ങൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ കൂടുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. പണ്ടൊരു കാലഘട്ടത്തിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല, ഇങ്ങനെ വൃദ്ധസദനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ വീടിന്റെയും ഐശ്വര്യം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള പ്രായകാര്യരാണ്. അവരുടെ ഉപദേശങ്ങളും വാക്കുകളും സ്നേഹവും ഒക്കെയാണ്. നമ്മൾ കേട്ടിട്ടുള്ള പല കഥകളും രാജകുമാരന്റെയും രാജകുമാരിയുടെയും അല്ലെങ്കിൽ ജിന്നിന്റെയും ഒക്കെ കഥകൾ പറഞ്ഞു തന്നിട്ടുള്ളത് നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെയാണ്. അപ്പൊ ഇന്ന് ഇരിക്കുന്ന യുവജനങ്ങളാണെങ്കിൽ കൂടി നാളെ ഒരുപക്ഷെ തങ്ങളുടെ രക്ഷിതാക്കളോട് ചെയ്യുന്നത് നമ്മുടെ മക്കൾ നമ്മളോട് ചെയ്യും. ഇങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് സംസാരിക്കാൻ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു കഥയാണ്. വാട്സപ്പിലൂടെ കണ്ടൊരു കഥയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. കാരണം ഒരു പാവപ്പെട്ട ഒരു അമ്മ ഒരു മൊബൈൽ ഷോപ്പിൽ ചെന്നിട്ട് മൊബൈൽ കേടായി നന്നാക്കണം എന്ന് പറഞ്ഞു. അപ്പോ ആ ഷോപ്പിലെ സർവീസ് സെന്ററിലെ ആള് പറഞ്ഞു, അമ്മ ഇതിന് കുഴപ്പമൊന്നുമില്ല, ഈ മൊബൈലിൽ ഒരു പ്രശ്നമില്ലല്ലോ, പിന്നെ എന്തിനാ നന്നാക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ അമ്മ ആ മൊബൈൽ വാങ്ങിച്ച് തിരിഞ്ഞ് നടക്കുന്നതിനിടയിൽ പറയുകയാണ്, ഈ മൊബൈലിൽ ഒരു കുഴപ്പമില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടായിരിക്കും എന്റെ മകന്റെ കോളൊന്നും ഇതിലേക്ക് വരാത്തത്? അപ്പോ അവിടെയും ചിന്തിക്കേണ്ട കാര്യം, സ്വന്തം മകനെ അവിശ്വസിക്കുന്നില്ല അമ്മ, മറിച്ച് മൊബൈലിനെയാണ് അവിശ്വസിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരുപാട് ഹൃദയത്തിൽ തട്ടിയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട്. അപ്പോ രക്ഷിതാക്കൾ എന്ന് പറയുന്നത്, അമ്മ അച്ഛൻ എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിന്റെ ഒരു സമ്പത്താണ്. ആ സമ്പത്തിനെ അവരുടെ അവസാന ശ്വാസം വരെ സംരക്ഷിക്കേണ്ടത് മക്കൾ തന്നെയാണ്. അതല്ല എങ്കിൽ അവർക്കും അതുപോലെ തന്നെയായിരിക്കും അവരുടെ മക്കളിൽ നിന്നും ലഭിക്കാൻ പോകുന്നത്. ഈ ഒരു സന്ദേശത്തെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് തന്നെ നമ്മുടെ അടുക്കള തോട്ടത്തെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അടുക്കളയിൽ നമ്മുടെ സ്വന്തം കുടുംബത്തിൽ ഇപ്പൊ കുറച്ച് വിത്തുകളെ കൂടെ കിട്ടുന്നുണ്ട്. ആ വിത്തുകൾ കൊണ്ടുപോയി പാകി സ്വന്തം വീട്ടുവളപ്പിൽ വെച്ചുണ്ടാക്കിയ അല്ലെങ്കിൽ നട്ടു വളർത്തിയ പച്ചക്കറികൾ കൊണ്ട് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു കാര്യമാണ്. കാരണം മായം ചേർക്കാത്ത, കീടനാശിനി ഇല്ലാത്ത, രാസപദാർത്ഥങ്ങളില്ലാത്ത പച്ചക്കറി കൊണ്ടുള്ള ഭക്ഷണം എത്രയോ സ്വാദിഷ്ടമാണ്. അപ്പൊ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഈ പ്രഥമ ലിങ്ക് സെന്ററിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു പച്ചക്കറി തോട്ടം നിർമ്മിക്കണം അല്ലെങ്കിൽ നിർമ്മിക്കും എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ സ്വന്തം ടെറസിലായിക്കോട്ടെ, പൂന്തോട്ടം അങ്ങനെ ഉണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ വീടിന്റെ എവിടെ ആയിക്കോട്ടെ, ഏറ്റവും നല്ല രീതിയിൽ അതിനെ പരിചരിക്കുന്ന ഒരാൾക്ക് സമ്മാനമുണ്ട്. 3 മാസത്തിന് ശേഷമായിരിക്കും നമ്മൾ അത് വന്ന് നോക്കുക. അപ്പൊ എല്ലാവർക്കും പച്ചക്കറി വിത്തുകൾ കിട്ടിയിട്ടില്ലേ? 400ഓളം വിത്തുകൾ നമ്മളിവിടെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അത് വെറുതെ കയ്യിൽ വെച്ചാൽ പോരാ, വീടുകളിൽ കൊണ്ടുപോയി കൃത്യമായ രീതിയിൽ അത് കുഴിച്ചിട്ടുക, ഒപ്പം വെള്ളം ഒഴിക്കുക. നാളെയുടെ ഏറ്റവും വലിയൊരു കാര്യം നമ്മുടെ സ്വന്തം കൈകൊണ്ട് നട്ടു വളർത്തിയ പച്ചക്കറിയിൽ നിന്നും ഭക്ഷണം കഴിക്കുക എന്നായിരിക്കണം. ഒപ്പം തന്നെ ഈ സ്റ്റേജിലിരിക്കുന്ന ബഹുമാനപ്പെട്ട എല്ലാവർക്കും തന്നെ പച്ചക്കറി വിത്തുകൾ നമ്മളിവിടെ കൊടുക്കുകയാണ്. അപ്പോൾ അവർക്കും അതിനുള്ള അവസരം കൂടിയാണ്. നമ്മളിവിടെ അതിനു വേണ്ടി റെഡി ആയിട്ടുണ്ട്. 400ഓളം പച്ചക്കറി വിത്തുകൾ, ഏകദേശം 9ൽ പരം വ്യത്യസ്തമായ വിത്തുകളാണ് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും സ്നേഹത്തോടെ സമ്മാനിക്കുകയാണ്. ഒരു നല്ല കൈയടി നമ്മുടെ സദസ്സിലിരിക്കുന്നവർക്കും കൂടി
വിത്തുകൾ കൈമാറുകയാണ്. ഇപ്പോ കാലം മാറിയിട്ടുണ്ട്. നമ്മുടെ ഒരു വിവാഹ ചടങ്ങില് ആ ചടങ്ങിനോടനുബന്ധിച്ച് അവർ റിസപ്ഷനിൽ നമ്മൾ കൊടുക്കുന്ന മിഠായും ഒപ്പം അവരുടെ ഒരു ഫോട്ടോ ആയിരിക്കും ഒരു കാർഡില്. പക്ഷെ അത് മാറിയിട്ട് ഇപ്പൊ പച്ചക്കറി വിത്തുകൾ കൊടുത്ത കഥകൾ നമ്മൾ പത്രത്തിലൂടെ വായിക്കുകയാണ്. ഇതിന്റെ കാരണം മാറ്റം അനിവാര്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു മാറ്റം നമ്മളിലൂടെ ആകട്ടെ, നിങ്ങളിലൂടെ ആകട്ടെ, നമ്മൾ ഓരോരുത്തരുടെയും ഒരിക്കൽ കൂടി അങ്ങനെ ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ ഈ ഒരു പ്രഥമ ലിങ്ക് സെന്ററിന്റെ സൗജന്യ ഒപി ഉദ്ഘാടനം സെപ്റ്റംബർ 1 മുതലായിരിക്കും. പൊതുജനങ്ങൾക്ക് വേണ്ടി ഉദ്ഘാടനം ഇപ്പോൾ നടത്തും, പക്ഷേ പൊതുജനങ്ങൾക്ക് വേണ്ടി നമ്മളത് തുറന്നു കൊടുക്കുന്നത് സെപ്റ്റംബർ 1 മുതലായിരിക്കും. ആ ഒരു സൗജന്യ ഒ പി ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സന്ദേശങ്ങൾ കൈമാറുന്നതിനും ആശംസകൾ അറിയിക്കുന്നതിനും തൃശൂർ ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ജെന്നി ജോസഫിനെ സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം ആശംസിച്ച ജോയിച്ച, ഇതിന്റെ അധ്യക്ഷപദം അലങ്കരിച്ച അതിരൂപതയുടെ അഭിമന്യ പിതാവ് മാർ ആൻഡ്രൂസ് താഴെ, ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത ഫാദർ മാത്യു അരക്കൽ കാഞ്ഞിരപ്പള്ളി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അടക്കമുള്ള ബഹുമാനിയായ ജനപ്രതിനിധികളെ, സ്നേഹം നിറഞ്ഞ വൈദികരെ, മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സ്നേഹം നിറഞ്ഞ എൻ്റെ സഹോദരി സഹോദരന്മാർ, ഈ വേദിയിൽ ഞാൻ നിൽക്കുന്നത് ഏറെ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടി. കാരണം എൻ്റെ നാട്ടുകാരനായ ഒരു സഹോദരൻ ഇത്ര വലിയ ഒരു സംഘടനയിൽ പ്രസ്ഥാനത്തിൻ്റെ നെടുതൂണായി നിൽക്കുമ്പോൾ നമുക്കേവർക്കും അഭിമാന ചാരിതാർത്ഥ്യമാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ഇരിക്കുന്ന വലിയൊരു സദസ്സ് കാണുമ്പോൾ മനുഷ്യ മനസ്സുകളിൽ കരുണയുടെ ഉറവ പറ്റിയിട്ടില്ല എന്നതിൻ്റെ ശക്തമായ തെളിവുണ്ട്. അഭയം ശാന്തിഭവൻ പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ ഒട്ടനവധി പ്രവർത്തനങ്ങളെ കുറിച്ച് വളരെ വിശദമായി തന്നെ ഇവിടെ പറയുന്നു. പ്രാദേശിക അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പരിധിക്കുള്ളിൽ സാന്ത്വനം അർപ്പിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഒരു ലിങ്ക് സെന്ററിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനമാണ് ഇവിടെ നടന്നത്. ഈ ലിങ്ക് സെന്ററിലൂടെ ലഭ്യമാകുന്ന സേവനങ്ങളെ കുറിച്ചും വളരെ വിശദമായി പറഞ്ഞു. എനിക്ക് പറയാനുള്ളത്, ഇവിടെ വന്നിരിക്കുന്ന ആളുകളെ കാണുമ്പോൾ നമ്മുടെ യുവത്വം എവിടെയാണ് എന്നത്, നമ്മുടെ കുട്ടികൾ പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഈ സാന്ത്വന പരിശീലനം നൽകണമെന്ന്. നമ്മുടെ കുട്ടികൾ ഇന്ന് ലോകത്തെ തന്റെ വിരൽത്തുമ്പുകൾ കൊണ്ട് അമാനമാടുന്ന കാലഘട്ടമാണ്. അവർ ജീവിക്കുന്ന ചുറ്റുപാടുകളും വ്യത്യസ്തമാണ്. അതുകൊണ്ട് അവർ സമൂഹത്തിന്റെ താഴെത്തിടയിലുള്ള ആളുകളുടെ വേദന, അവരുടെ കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ കണ്ടറിഞ്ഞ് ഒരുപക്ഷെ വേണമെങ്കിൽ നമുക്കൊരു നല്ല തലമുറയെ തന്നെ വാർത്തെടുക്കാനായി കഴിയും. ഇത്തരം കാരുണ്യമായ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അവരുടെ മനസ്സിനുള്ളിൽ സ്നേഹത്തിൻ്റെതായ അല്ലെങ്കിൽ ദയയുടെയും വലിയൊരു ഉറവ ഉണ്ടാകുവാനായിട്ട് ഇടയുണ്ടാകും. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത്, ഈ നിസ്വാർത്ഥമായ പ്രവർത്തനം നടത്തുന്ന ഡോക്ടേഴ്സ് അടക്കമുള്ള ഒരു വലിയ ടീം ഇതിന് പിന്നിലുണ്ട്. അവർക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. കാരണം നിങ്ങളിൽ എളിയവനായ ഒരാൾക്ക് ചെയ്തു കൊടുക്കുമ്പോൾ അത് എനിക്ക് തന്നെയാണ് ചെയ്തു തരുന്നതെന്ന് പറയുന്ന യേശുവിൻ്റെ വാക്കുകൾക്ക് വളരെ പ്രസക്തിയുണ്ട് ഇവരുടെ നിസ്വാർത്ഥ സേവനം. പാലിയേറ്റീവ് കെയർ യൂണിറ്റിലൂടെ നമുക്ക് ലഭ്യമാകുന്ന സേവനങ്ങൾ നോക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കളാവട്ടെ, സഹോദരിമാരാവട്ടെ, ഭർത്താവാകട്ടെ, ഭാര്യയാകട്ടെ, മകനാകട്ടെ, ഇത്തരമൊരു രോഗങ്ങൾ പിടിപെടുമ്പോൾ കുറച്ചു കഴിയുമ്പോൾ നമ്മളിൽ തന്നെ അവരെ നോക്കുവാനുള്ള ഒരു വിമുഖത പ്രകടമാവുകയാണ്. അത്തരം അവസരങ്ങളിൽ അവർക്ക് താങ്ങും തണലുമായി ഇത്തരം പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എന്തുകൊണ്ടും അനുഗ്രഹീതമാണ്. അതുപോലെ എനിക്ക് തോന്നുന്നു, നമ്മുടെ ഈ സമൂഹത്തിന്റെ ഈ ഏറ്റവും അടുത്തത്തിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് നമ്മുടെ ആളുകൾക്ക് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഊർജം പകരേണ്ട വലിയൊരു ഉത്തരവാദിത്വവും സമൂഹത്തിനുണ്ട്, നമുക്കുണ്ട്. നമ്മളിൽ കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ ഇവർക്ക് നൽകേണ്ടതാണ്. കാരണം ഇതും ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്,
ഇന്ന് രാത്രി നിന്റെ ആത്മാവിനെ ഞാൻ വിളിച്ചാൽ നീ സമ്പാദിച്ചതെല്ലാം എവിടെ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരത്തിൽ എന്തെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മളിലുള്ള നന്മ നമ്മളെ നാളെ ലോകം ഓർക്കണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ മാത്രം. ഫാദർ ജോയ്സിന്റെ കാര്യം തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അദ്ദേഹം ചെയ്യുന്ന എന്തിനാണ് അദ്ദേഹം ഇത്ര നിസ്വാർത്ഥമായ സേവനം ചെയ്യുന്നത്, ഇതിന്റെ പിന്നിലുള്ള ടീം എന്തിനാണ് ചെയ്യുന്നത്, അവർക്ക് ഇതിന്റെ ആവശ്യം എന്താണ് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ പണം കൈമാറുമ്പോൾ മാത്രമല്ല ആ നിസ്വാർത്ഥ സേവനം ചെയ്യാനുള്ള ആ വലിയ മനസ്സിനാണ് നമ്മൾ കൂടുതലും നന്ദി പറയുന്നത്. ഇപ്പൊ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഞാനടക്കമുള്ള ആളുകൾ ഫണ്ടുകൾ കൈമാറിയാൽ ആ ഫണ്ടുകൾ കൈമാറുന്നതല്ല, സേവനം ചെയ്യാനുള്ള നമ്മുടെ മനസ്സ്, നമ്മുടെ ആ സ്നേഹത്തോടുകൂടി തന്നെ ആയിരിക്കണം നമ്മൾ അവരെ പരിചരിക്കുന്നത്. ആ വലിയ മനസ്സിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. അച്ഛൻ്റെ ടീമെ എല്ലാവരും പ്രാർത്ഥനാശംസകൾ നേരുന്നതോടൊപ്പം തന്നെ എൻ്റെ വ്യക്തിപരമായ സഹകരണവും തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉറപ്പു നൽകിക്കൊണ്ട് നിർത്തുന്നു. താങ്ക് യു ശ്രീമതി ജെന്നി ജോസഫ്. ഇനി പാലിയേറ്റീവ് സൗജന്യ സേവന പദ്ധതികളുടെ ഉദ്ഘാടനം ഒപ്പം ആശംസകൾ അറിയിക്കുന്നതിനായി കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി അമ്പിളി സോമനാഥുകളെ ക്ഷണിച്ചുകൊള്ളുന്നു. അഭയം ശാന്തിഭവൻ പഞ്ചായത്ത് തല പ്രഥമ പാലിയേറ്റീവ് ലിങ്ക് സെന്റർ ഉദ്ഘാടന പരിപാടിക്ക് സ്വാഗതം പറഞ്ഞ ഫാദർ ജോയ് പുത്തൂർ, അധ്യക്ഷത വഹിക്കുന്ന മാർ ആൻഡ്രൂസ് താഴത്ത്, ഉദ്ഘാടന കർമ്മം നിർവഹിച്ച മാർ മാത്യു അരക്കൽ, സൗജന്യ OP ഉദ്ഘാടനം നിർവഹിച്ച ശ്രീമതി ജെന്നി ജോസഫ്, വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ ഔസഫ് ചെരടായി, വേദിയിലിരിക്കുന്ന അഭിമന്യരായ വ്യക്തികളെ, പ്രിയമുള്ള ജനപ്രതിനിധി സുഹൃത്തുക്കളെ, ഇവിടെ കൂടിയിരിക്കുന്ന വരന്തരപ്പള്ളിയിലെ എൻ്റെ പ്രിയ സൗഹൃദങ്ങൾ, പെയിൻ ആൻഡ് പാലിയേറ്റീവിലെ ടീം അംഗങ്ങൾ, ഫാദർ ഈ പരിപാടിക്ക് എന്നെ ക്ഷണിക്കുമ്പോൾ ഈ പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പം ഞാൻ പറഞ്ഞത് എനിക്ക് നോട്ടീസ് കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ ഫാദർ പറഞ്ഞു നോട്ടീസ് തരാം. മാഡം വരൂ? ഞാൻ വരും, തീർച്ചയായിട്ടും വരും, എനിക്ക് നോട്ടീസ് കാണണം. മറ്റു പരിപാടികൾ പോലെയല്ല. മറ്റു പരിപാടികൾ ഉദ്ഘാടന ചടങ്ങിലും മറ്റു കാര്യങ്ങളൊക്കെ വിളിക്കുമ്പോൾ നോട്ടീസ് ഇല്ലെങ്കിലും കാര്യങ്ങൾ അറിഞ്ഞില്ലെങ്കിലും വന്ന് നിന്ന് സംസാരിച്ചു പോകാറുണ്ട്. ഇത് പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രോഗ്രാമാണ് എന്നറിഞ്ഞത് കൊണ്ട് തന്നെ ആരാണ് ചെയ്യുന്നത്, എന്താണ് ഇവിടെ ലക്ഷ്യങ്ങൾ എന്ന് കൃത്യമായി അറിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. വെറുതെ ഓടിച്ചെന്നൊരു പരിപാടിയിൽ, അതും പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രോഗ്രാം പരിപാടിയിൽ വെറുതെ ചെന്ന് നിന്ന് സംസാരിക്കുക എന്നതിനോട് എനിക്ക് താല്പര്യമുണ്ടായില്ല. അതുകൊണ്ടാണ് ഫാദറിനോട് ഞാൻ ധൈര്യമായി തന്നെ പറയും, എനിക്ക് നോട്ടീസ് കാണണം, എന്നാലും ഞാൻ വരുമോ വരികയെന്ന് പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എന്തായാലും വ്യത്യാസം തന്നെ എനിക്ക് നോട്ടീസ് കിട്ടി. കൃത്യമായി എനിക്ക് കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞു. ഞാൻ എന്തായാലും വരും. ഏത് പ്ലേസിൽ തന്നെ ഈ പരിപാടിയിൽ വെച്ചാലും ഞാൻ ഈ പരിപാടിക്ക് വരുമെന്ന് ഞാൻ നിശ്ചയിച്ചിരുന്നു. നമ്മുടെ പുതുക്കാട് മണ്ഡലത്തിൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ മറന്നു പോകാത്ത ഒരു പേരുണ്ട്. പുതുക്കാട് മണ്ഡലത്തിൽ നമ്മുടെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രിയായി MLA ആയിരുന്ന കാലം തൊട്ട് സുസ്ഥിര പെയിൻ ആൻഡ് പാലിയേറ്റീവ് എന്നൊരു പ്രോഗ്രാം നടത്തിയിരുന്നു. സാന്ത്വന പരിചരണ വിഭാഗം ഇപ്പോഴും ഉണ്ട്. അതിനുശേഷം നമ്മുടെ സംസ്ഥാന സർക്കാർ 2012-13 എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും, എല്ലാ ജില്ലാ പഞ്ചായത്തുകളിലും, എല്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളിലും നിർബന്ധിതമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് സംവിധാനം വേണം എന്ന് സർക്കാർ ഓർഡർ ഇട്ടിരുന്നു. അത്തരം നിർബന്ധിത പ്രോജക്റ്റ് വെച്ചാൽ മാത്രമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മറ്റ് പദ്ധതികൾക്ക് അനുമതി ലഭിച്ചിരുന്നുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരുപാട് പേഷ്യൻസ് ഉണ്ട് എന്നുള്ളൊരു വസ്തുത നമ്മുടെ സംസ്ഥാന സർക്കാരും ജനപ്രതിനിധികളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഇത്തരം സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും രോഗികളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്, ആവശ്യങ്ങൾ കൂടിക്കൂടി വരികയാണ്. അത്തരമൊരു സാഹചര്യത്തിലാണ് നമ്മുടെ ശാന്തിഭവൻ അഭയം ശാന്തിഭവൻ ഇത്തരമൊരു സേവനവുമായി കൊടകര ബ്ലോക്കിൽ പെടുന്ന അളകപ്പന്നല വരന്തരപ്പള്ളി പ്രദേശത്തേക്ക് സ്നേഹത്തിൻ്റെ കൈകൾ നീട്ടിക്കൊണ്ടുവരുന്നത്. വളരെയധികം സന്തോഷവും നന്ദിയുമുണ്ട് അഭയം ടീമംഗങ്ങളോടും അവരെ നയിക്കുന്നവരോടും. കാരണം ഒട്ടേറെ പ്രശ്നങ്ങളും സാമ്പത്തിക പരാധീനതകളും ഒരു രോഗി ഒരു വീട്ടിലുണ്ടാകുമ്പോൾ ആ കുടുംബത്തെ ബാധിക്കും. ഒരു രോഗി ഒരു കുടുംബത്തിലുണ്ടാകുമ്പോൾ അതോടുകൂടി അവരുടെ സമാധാനവും സന്തോഷവും സാമ്പത്തിക ഭദ്രതയും അവസാനിക്കുകയാണ്.
മരുന്നുകളുടെ വില കേൾക്കുമ്പോൾ തന്നെ അല്ലെ, ക്യാൻസർ പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ മരുന്നിന്റെ വില കേൾക്കുമ്പോൾ തന്നെ പിടിച്ചു നിൽക്കാനുള്ള അവരുടെ മനസ്സിന്റെ ശക്തി ക്ഷയിക്കുകയാണ്. മനസ്സിന്റെ ശക്തിയാണ് ഏതൊരു രോഗത്തെയും പ്രതിരോധിക്കാനുള്ള വലിയൊരു കഴിവ്. ആ ശക്തി നമുക്ക് നഷ്ടപ്പെടുക മരുന്നുകളുടെയും ചിലവേറിയ ചികിത്സാ രീതികൾ കേൾക്കുമ്പോൾ തന്നെയാണ്. കുടുംബം മുഴുവൻ, കുടുംബത്തിലുള്ള മറ്റംഗങ്ങൾ അസുഖങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ എല്ലാം വിറ്റുപറക്കിയിട്ടായാലും അച്ഛനെയോ സഹോദരിയോ മകളെയോ മകനെയൊക്കെ നോക്കാനുള്ള തയ്യാറെടുപ്പുകൾ നമുക്ക് തോന്നും. ആ ഒരു ഇടത്തിലേക്കാണ് അഭയം നല്ല പ്രവർത്തനങ്ങളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചികിത്സാ രീതികളും സേവനങ്ങളും മെഡിക്ലെയിമും ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നത്. നമ്മുടെ പേഷ്യൻസ് ഒക്കെ നമ്മളോട് നിരന്തരം ആവശ്യപ്പെടുന്നത് മോർഫിനുകൾ, അതായത് ഇനിയൊന്നും ചെയ്യാനില്ല എന്നുള്ള രോഗികൾക്ക് വേണ്ട പരിചരണ സൗകര്യങ്ങൾ നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ പലപ്പോഴും നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവാറുണ്ട്. മോർഫിൻ, അതുപോലെ ഓക്സിജൻ സിലിണ്ടറുകൾ, അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ. അത്തരം സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കാനായിട്ട് നമ്മുടെ സെന്ററിന് കഴിയും. അതുപോലെ ഇവിടെ വിവരിച്ച സേവനങ്ങൾ കേട്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. കാരണം കൊടകര ബ്ലോക്ക് പഞ്ചായത്തിലെ വരന്തരപ്പള്ളി അളകപ്പതക പ്രദേശത്ത് ഇത്തരമൊരു വലിയൊരു സപ്പോർട്ടാണ്, ഭരണ സംവിധാനത്തിന് വലിയൊരു കൈത്താങ്ങായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഈ ടീം. തീർച്ചയായിട്ടും ഈ പ്രദേശത്തുള്ള ആളുകൾക്കും അതിനുശേഷം കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ എല്ലാ പഞ്ചായത്തിലെ സ്വാന്തന പരിചരണം ആവശ്യമുള്ള എല്ലാ വ്യക്തികൾക്കും ഈ സേവനം ലഭ്യമാക്കണം എന്നുകൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ടീമിനോട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഈ കൊടകര ബ്ലോക്കിലെ എല്ലാ വിഭാഗം ആളുകൾക്കും വേണ്ടി കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ അഭയം ടീമിന് എൻ്റെ അഭിവാദ്യങ്ങളും എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് പാലിയേറ്റീവ് സൗജന്യ സേവന പദ്ധതികളുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു. താങ്ക് യു ശ്രീമതി അമ്രി സോമൻ. ഇനി മൊബൈൽ ഫ്രീസർ സൗജന്യ പദ്ധതി ഉദ്ഘാടനത്തിനായി വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഔസേബ് ചെറുനായ അവരുടെ സ്വാഗതം ചെയ്യുന്നു. അഭയം ശാന്തിഭവൻ പഞ്ചായത്ത് പ്രഥമ പാലിയേറ്റീവ് സെന്ററിന്റെ ഉദ്ഘാടന ചടങ്ങിന്റെ അധ്യക്ഷപദം അലങ്കരിച്ചുകൊണ്ട് നമുക്ക് ഇന്നിവിടെ ഒരു നല്ല പ്രഭാഷണം അർപ്പിച്ച ശ്രീ മാതാംബ്രൂസ് പിതാവ്, ഉദ്ഘാടനം ചെയ്ത കാഞ്ഞിരപ്പള്ളി രൂപതയുടെ മാമാറ്റു പിതാവ്, സ്വാഗതം ആശംസിച്ച ഫാദർ ജോയ് പുത്തൂർ, അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിന്റെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ജെന്നി ജോസഫ്, ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അമ്രി സോമൻ ഉൾപ്പെടെ ഈ വേദിയിലെ വിശിഷ്ട അതിഥികളെ, നല്ലവരായ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, വലിയ ഒരു പ്രസംഗത്തിലേക്ക് ഇനി കടക്കുവാനുള്ള സമയമില്ല. ഇവിടെ ഇരിക്കുന്ന ഏകദേശം മുഴുവൻ ജനങ്ങൾക്കും ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് ബോധ്യമായി. ഈ അവസരത്തിൽ എനിക്ക് ആകെ അഭയം ശാന്തി ഭവനോട് ഒരു കടപ്പാട് മാത്രമാണ് വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിനെ അറിയിക്കാനുള്ളത്. 40,000-ൽ പരം ജനങ്ങൾ പാർക്കുന്ന ഈ ഗ്രാമപഞ്ചായത്തിന്റെ ഹൃദയഭാഗത്തേക്ക് കടന്നു വന്നുകൊണ്ട് പാലിയേറ്റീവ് സ്വാതന്ത്ര്യം ജനങ്ങളിലേക്ക് എത്തിക്കുവാനായി ഈ ഗ്രാമപഞ്ചായത്തിനെ തെരഞ്ഞെടുത്തതിന് ഈ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെയും ജനപ്രതിനിധികളുടെയും എല്ലാവിധ അഭിനന്ദനങ്ങളും കടപ്പാടും ആദ്യമായി ഞാൻ നിങ്ങൾ അറിയിക്കുകയാണ്. കാരണം ഗ്രാമപഞ്ചായത്ത് 200ഓളം പേർക്ക് ഇപ്പോൾ പാലിയേറ്റീവ് കെയർ, ഹോം കെയർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 200 പേർക്ക്. 40,000 പേരുള്ള നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ഇപ്പോൾ 200 പേർക്ക് കൊടുക്കുന്നു. ഒത്തിരിയേറെ പേര് വീടുകളിലെ മുറികളിൽ ഒന്ന് പ്രകാശം പോലും കഴിയാൻ പറ്റാത്ത അവസ്ഥയിൽ കിടക്കുകയാണ്. ആ വീടുകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, ഈ കഴിഞ്ഞ ക്രിസ്മസിന് ഞാൻ കുറെ വീടുകളിൽ ക്രിസ്മസ് കേക്കുമായി പാലിയേറ്റീവ് പ്രവർത്തകരുടെ കൂടെ കടന്നു ചെന്നു.
അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. ആ പാലിയേറ്റീവ് കെയറിന്റെ നേഴ്സ് എൻ്റെ കൂടെ ആ റൂമിലേക്ക് ചെല്ലുമ്പോൾ ആ വീട്ടിലെ ആളെ ഒരു പരിധിവരെ പരിചയമില്ല, പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സ്വരം പരിചയമില്ല. പക്ഷെ തന്നെ വേദനകളിലേക്ക് കടന്നു വന്നുകൊണ്ട് തന്നെ സാന്ത്വനിപ്പിക്കുകയും തന്റെ മുറിവുകളിൽ മരുന്ന് വെച്ച് കിട്ടുകയും തന്നെ കുളിപ്പിച്ച് തനിക്ക് വേണ്ട വസ്ത്രം അണിയിച്ചു തരുന്ന ആ നേഴ്സിന്റെ സൗണ്ട് കേട്ട വഴിക്ക് ചോദിച്ചു, സിസ്റ്റർ 2 ദിവസമായിട്ടുള്ള വന്നിട്ട് ഇന്ന് എന്തേ പോകുന്നതെന്ന്. എന്നോടല്ല ചോദിച്ചത്, ആ സ്വാതന്ത്ര്യം കൊടുക്കുന്ന സിസ്റ്ററെയാണ് തിരിച്ചെടുത്തത്. അവിടെയാണ് നമുക്ക് പാലിയേറ്റീവ് കെയർ, ഹോം കെയർ കൊടുക്കുന്നതിന്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കി. സ്വന്തം വീട്ടുകാർ പോലും അവർ ചില സമയത്ത് മറന്നുപോയപ്പോൾ ഒരു രക്തബന്ധവുമില്ലാത്ത പുറമേ നിന്ന് വരുന്ന ഈ നേഴ്സുമാരെ സ്വീകരിച്ചുകൊണ്ട് അവരുടെ വേദനകൾക്ക് ഉത്തരം കൊടുക്കുന്നത് ഈ പാലിയേറ്റീവിന്റെ ഈ പാവപ്പെട്ട നേഴ്സുമാരും ഡോക്ടർമാരാണ്. ഈ തിരിച്ചറിവാണ് എനിക്കന്ന് ആ യാത്രയിലൂടെ അറിയാൻ സാധിച്ചത്. അതുപോലെ തന്നെ ഈ അവസരത്തിൽ ഞാനൊരു കാര്യം സൂചിപ്പിക്കുകയാണ്. പാലിയേറ്റീവ് പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സ് പാവപ്പെട്ടവരെ ചികിത്സിക്കാനുള്ള ഒരു താല്പര്യം. നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ ഡോക്ടർ സുശീൽ സുന്ദർ, അദ്ദേഹം പാലിയേറ്റീവിന്റെ ഏറ്റവും വിദഗ്ധനായ ഒരു ഡോക്ടർ തന്നെയാണ്. ഞങ്ങളുടെ അനുഭവത്തിൽ പറയുന്നു, അദ്ദേഹം ഈ പഞ്ചായത്തിൽ ഒരു വീട്ടിൽ ഒരു സ്ത്രീ കുറച്ച് ദിവസങ്ങളായിട്ട് പെട്ടെന്ന് ആരും ശ്രദ്ധിക്കാതെ ഒരു വീട്ടിൽ കിടക്കുകയും പനിക്ക് കിടന്ന് പുഴുവരിച്ചു. അവരുടെ ശരീരത്തിൽ നിറയെ പുഴുവരിച്ചു. ആ പുഴുവരിച്ചപ്പോൾ മണം പുറത്തേക്ക് വന്നിട്ട് തൊട്ടടുത്ത അയൽപ്പക്കാരെ അറിയിച്ചപ്പോൾ ഉടനെ ഡോക്ടർ ആ വീട്ടിൽ കയറി ചെന്ന് നേഴ്സുമാരുണ്ട്, ഞാനുണ്ട്, HI ഉണ്ട്, വാർഡ് മെമ്പർമാരൊക്കെ ഉണ്ട്. പക്ഷെ വളരെ കടുത്ത സ്മെല്ല്, മനുഷ്യ ശരീരം ചീഞ്ഞ് മണം അടുക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ ഡോക്ടർ ഉടനെ ഉള്ളിലോട്ട് കയറി ചെന്നിട്ട് ആ മരിക്കാനായി കിടക്കുന്ന പുഴുവരിച്ച ശരീരം കൈകളിൽ താങ്ങിയെടുത്തിട്ട് ആ ശരീരത്തിലുള്ള മുഴുവൻ പുഴുക്കളെയും അദ്ദേഹം ഉടനെ തുടച്ചു നീക്കി വൃത്തിയാക്കി ശുശ്രൂഷിച്ച് ഉടനെ ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിൽ എത്തിക്കാനായിട്ട് കാണിച്ച ഒരു ഡോക്ടറുടെ താല്പര്യം. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത്, പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞാൽ ആ ചികിത്സയ്ക്ക് വേണ്ട മനസ്സിന്റെ ഒരു താല്പര്യം, ഒരു നന്മ, മറ്റുള്ളവരുടെ വേദന എന്റെ വേദനയായിട്ട് തിരിച്ചറിയുവാനുള്ള ഒരു മനസ്സ്. ഇതാണ് ഒരു പാലിയേറ്റീവ് കെയറിന്റെ ഒരു പ്രവർത്തകർക്കുള്ളത്. തീർച്ചയായിട്ടും ഈ അവസരത്തിൽ ഞങ്ങളുടെ ഈ ഗ്രാമപഞ്ചായത്തിലേക്ക് കടന്നു വന്ന് ഇവിടുത്തെ പാലിയേറ്റീവിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട ഫാദർ ജോയ് ഗുരുച്ചനും ടീമാംഗങ്ങൾക്കും എല്ലാവിധ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതോടൊപ്പം തന്നെ ഈ ഫ്രീസർ, നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തിന്റെ പരിധിക്കുള്ളിൽ വളരെ പെട്ടെന്ന് ഇങ്ങനൊരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അത് വലിയൊരു ആശ്വാസമായ ഒരവസ്ഥയാണ്. വാടകയില്ല, ഇന്ന് വാടകയില്ലാത്ത ഒരു പരിപാടിയില്ല. നേരത്തെ പറഞ്ഞു ഈ ഹോളിന് വാടക വേണമെന്ന്. ഈ ഹോളിന് വാടക ഇത്രയും ഒരു പരിപാടിക്ക് മേടിച്ചാൽ പിന്നെ ഞങ്ങളാരും മനുഷ്യരെന്ന് പറയാൻ പറ്റില്ല. കാരണം അത്രയും നല്ലൊരു പരിപാടിയായിട്ട് ഈ ഹോളിന് വാടക മേടിച്ചാൽ പിന്നെ എന്തിനാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ സർവീസ് കൊടുക്കുന്ന ജനങ്ങൾക്ക്? ഏറ്റവും ആവശ്യമെന്ന് പറയുന്നതാണ് ജനങ്ങൾക്ക് ആവശ്യമുള്ള അവന്റെ ദുഃഖങ്ങളിലേക്കും വേദനകളിലേക്കും ഇറങ്ങിച്ചെല്ലുന്ന പ്രവർത്തനം. അങ്ങനെ ഒരു പരിപാടിക്ക് വാടക മേടിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ സാധാരണക്കാരനെ ആ മനുഷ്യനെ നമുക്ക് പറയാൻ സാധിക്കില്ല. തീർച്ചയായിട്ടും ഒരു ഫ്രീസർ സംവിധാനം നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ ഒപ്പം തന്നെ അളകപ്പ പഞ്ചായത്തിന്റെ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് ഏറ്റവും ആവശ്യമായ സമയത്ത് ഓടി വന്നുകൊണ്ട് ആ ഒരു സർവീസ് കൊണ്ടുപോകാനും ഇങ്ങനൊരു അവസരം ഒരുക്കിയതിനും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങളും ഒത്തിരിയേറെ പ്രവർത്തനങ്ങൾക്ക് ഇവർക്ക് ഇനിയും മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വാർത്തച്ചിരിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ശ്രീ ഔസിഫ് ചെനഡായി. അടുത്തായി ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതായി ശ്രീ PS പ്രിൻസ് അവരെ സ്വാഗതം ചെയ്യുന്നു. അധ്യക്ഷവേദിയിൽ സദസ്സിലുമുള്ള പ്രിയപ്പെട്ട
അഭയം ശാന്തിഭവന്റെ പഞ്ചായത്ത് തല പ്രഥമ പാലിയേറ്റീവ് ലിങ്ക് സെന്ററിന്റെ ഉദ്ഘാടനത്തിന്റെ വേദി വളരെയേറെ സന്തോഷം നൽകുന്ന ഒന്നാണ്. കാരണം നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്കും നമ്മുടെ തദ്ദേശ സ്വയംഭരണ സംവിധാനങ്ങൾക്കുമെല്ലാം ആതുര ശുശ്രൂഷ രംഗത്ത് ചെയ്യാൻ കഴിയാവുന്നതിൻ്റെ പരിധിക്കപ്പുറത്താണ് അഭയം ശാന്തിഭവന്റെ പ്രവർത്തനങ്ങൾ ഇന്ന് മുന്നോട്ട് പോകുന്നത് എന്ന അനുഭവങ്ങളിലൂടെ തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. അത് ഏറ്റവും നന്നായി തുടരട്ടെ. ഒരുപാട് മനുഷ്യർക്ക് വേദനയിൽ നിന്ന് ഒരല്പമെങ്കിലും ആശ്വാസം എല്ലുകുറിച്ചാൽ എള്ളോളം എന്ന് പറയുന്നത് പോലെ ലഭിക്കട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം, ഈ വർത്തമാന കാലഘട്ടം ഇന്ത്യ പൊതുവെടുത്ത രോഗാകുലമായ ഒരു കാലമായി മാറുകയാണ്. ലോകാരോഗ്യ സംഘടന തന്നെ ഏറ്റവും അവസാനം നടത്തിയ പഠനങ്ങളുടെ റിപ്പോർട്ട് നമ്മുടെയൊക്കെ മുമ്പിലുള്ളത്. ലോകത്ത് ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളുള്ള ഒരു രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുകയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ കുഷ്ഠരോഗികളും ക്ഷയരോഗികളും ഇനി ഏതാണ്ട് ഒരു 2025 ആകുമ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ എയ്ഡ്സ് രോഗികളുള്ളവരുടെ ഒരു രാജ്യം നമ്മുടേതായിത്തീരും. അവിടെയാണ് ക്രയോജനിക് ഡിറ്റക്ടറിന്റെ സാങ്കേതിക വിദ്യ നാം സ്വന്തമാക്കിയപ്പോഴും വേണ്ട രീതിയിൽ നമുക്ക് ആതുര ശുശ്രൂഷ രംഗത്ത് മനുഷ്യന് ആശ്വാസമെത്തിക്കാൻ കഴിയാത്തതിൻ്റെ ദുരന്തപൂർണമായ ഒരു വർത്തമാനകാല ചിത്രം നമ്മുടെ മുമ്പിലെത്തുന്നത്. അവിടെയാണ് സർക്കാരിതരമായ ഏജൻസികൾക്ക്, അതിൻ്റെ സംവിധാനങ്ങൾക്ക് ഒരു മനുഷ്യന് നന്നായി ജീവിക്കാനുണ്ട് എന്ന കാര്യം, നന്നായി ജീവിക്കാൻ കഴിയണം എന്ന കാര്യം ഒരു അവകാശബോധമായി നിലനിൽക്കുന്നത് പോലെ നന്നായി മരിക്കാൻ കഴിയുന്ന, വേദനയില്ലാതെ മരിക്കാൻ കഴിയുന്നിടത്ത് ഇടപെടലുള്ള ഒരു വലിയ ശേഷിയായി അഭയം ശാന്തിഭവന്റെ പ്രവർത്തനങ്ങൾ മാറുന്നത് ഈ വലിയ വേളയിൽ വലിയൊരു അധിക വർത്തമാനമില്ല. ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് കഴിയാവുന്ന എല്ലാ തരത്തിലുമുള്ള സഹായങ്ങൾ കൂടി വാഗ്ദാനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. താങ്ക് യു ശ്രീ പ്രിൻസ്. ഇനി മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതി അവതരണമാണ്. അതിനായി സ്റ്റാർ ഹെൽത്തിന്റെ ഏരിയ മാനേജറായിട്ടുള്ള ശ്രീ ഷൈജു വിജയെ സ്വാഗതം ചെയ്യുന്നു. എത്രയും അഭിവന്ദനായ നമ്മുടെ പിതാക്കന്മാരായ ആൻഡ്രൂസ് താഴത്ത് പിതാവ്, മാത്യു കല്ലറയ്ക്കൽ പിതാവ്, മറ്റു ജനപ്രതിനിധികളെ, അച്ഛന്മാരെ, മറ്റെൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ മാത്യു ജോയി അച്ഛനുമായിട്ട് ഈ ഇൻഷുറൻസിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഈ അഭയം പാലിയേറ്റീവ് കെയറിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് എണ്ണമറ്റ വിരലെണ്ണാവുന്നതിന് കൂടുതൽ പ്രവർത്തന മണ്ഡലങ്ങളിലൂടെയാണ് ഈ അഭയം പാലിയേറ്റീവ് കെയർ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് നമ്മുടെ ഇൻഷുറൻസ് എങ്കിലും അതിൽ ഞങ്ങളെ ഭാഗമാക്കിയ ഈ അഭയം പാലിയേറ്റീവ് കെയർ സെന്റർ അംഗങ്ങൾക്ക് ആദ്യമായി എൻ്റെ ഏറ്റവും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. നമുക്കറിയാം, ഇന്ന് അസുഖം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് അസുഖം വരാതെ സൂക്ഷിക്കുകയാണ് എന്ന് നമ്മുടെ പഴമൊഴി നമുക്കറിയാമെങ്കിലും ഇന്ന് നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ, അതുപോലെ അപകടങ്ങൾ നമുക്ക് എത്ര ശ്രമിച്ചാലും ഒഴിവാക്കാൻ പറ്റുന്നതല്ല. ഈ സന്ദർഭത്തിലാണ് അഭയം പാലിയേറ്റീവ് കെയർ അംഗങ്ങൾക്കായി പാലിയേറ്റീവ് കെയർ സംഘടിപ്പിക്കുന്ന ഈ ഇൻഷുറൻസ് പദ്ധതിയുടെ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ അവതാരകൻ വളരെ വിശദമായി പറഞ്ഞു, പോളിസിയുടെ പ്രത്യേകത പറഞ്ഞു. അതുപോലെ തന്നെ ഇന്ന് ഈ മീറ്റിംഗിന് മുമ്പ് പാലിയേറ്റീവ് കെയർ അംഗങ്ങൾക്കായി പ്രത്യേക ക്ലാസ് സംഘടിപ്പിച്ചിരുന്നു. ഇത് സാധാരണ നമ്മൾ ഇൻഷുറൻസ് കമ്പനിയിൽ പോയി എടുക്കുന്നതിനേക്കാൾ വളരെ വ്യത്യസ്തമായ, വളരെ നമുക്ക് ഉപകാരപ്രദമായ പല ഉപകാരങ്ങളും പുറത്തിറക്കിക്കൊണ്ടുള്ളതാണ് ഈ പോളിസി. നമ്മൾ സാധാരണ ഇൻഷുറൻസിൽ പോയാൽ നമുക്കറിയാം പല കണ്ടീഷനുകളുണ്ട്, പല നിബന്ധനകളുണ്ട്. 2 കൊല്ലം ഒഴിവാക്കിയിട്ടുള്ള അസുഖങ്ങൾ, 4 വർഷം ഒഴിവാക്കിയിട്ടുള്ള അസുഖങ്ങൾ, അങ്ങനെ പല കണ്ടീഷനുള്ളപ്പോൾ ഒരു സാമൂഹിക പ്രതിബദ്ധത കണക്കെടുത്തുകൊണ്ട്
കണക്കിലെടുത്തുകൊണ്ട് ഈ പാലിയേറ്റീവ് കെയർ അംഗങ്ങളായവർക്ക് സ്റ്റാർ ഹെൽത്ത് ഒരു പ്രത്യേക പദ്ധതി രൂപീകരിച്ചു. നമുക്കതിൽ ഏറ്റവും സന്തോഷത്തോടെ നമ്മുടെ അച്ഛനും ആ സംഘാടകർക്കും ഏറ്റവും നല്ല അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നതോടൊപ്പം തന്നെ ഇതൊരു സാമൂഹിക പ്രതിബദ്ധതയാണ് എന്ന് മനസ്സിലാക്കി നമ്മളെല്ലാവരും ഇതിന് സഹകരിക്കുക. ഈ ഒരു പദ്ധതി നമുക്ക് എല്ലാവർക്കും ഏറ്റവും ഉപകാരപ്രദമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കും. ഒരിക്കൽ കൂടി ഇതിൽ അംഗങ്ങളായി ചേർന്നതിനെ ഞങ്ങളെ അംഗങ്ങളാക്കിയതിലേക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു ശ്രീ ഷൈജു. ഇനി അഭയം ശാന്തി ഭവൻ പാലിയേറ്റീവ് ഫെലോഷിപ്പ് അംഗങ്ങൾക്ക് സ്റ്റാർ ഹെൽത്ത് നൽകുന്ന പ്രത്യേക ഇൻഷുറൻസ് പാക്കേജിന്റെ ഔദ്യോഗികമായിട്ടുള്ള രേഖ സമർപ്പണമാണ്. അതിനായി സ്റ്റാർ ഹെൽത്തിന്റെ ബ്രാഞ്ച് മാനേജർ ശ്രീജ ബൈജുവിനെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് കൈയടക്കിയ സ്റ്റാർ ഹെൽത്തിന്റെ ഇൻഷുറൻസ് പാക്കേജിന്റെ ഔദ്യോഗിക രേഖ സമർപ്പണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അഭയവാൻ ശാന്തിഭവൻ പാലിയേറ്റീവ് കെയറിന്റെ കീഴിലുള്ള ഫെലോഷിപ്പുകൾ നൽകുന്ന എല്ലാവർക്കുമുള്ള ഇൻഷുറൻസ് പാക്കേജാണ്. ഇനി അടുത്തതായി ഇതിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തെ ലിങ്ക് സെന്റർ ആണ്. മലന്തരപ്പള്ളി അളകപ്പനാട് പഞ്ചായത്ത് തല ലിങ്ക് സെന്റർ ആദ്യത്തെ പ്രഥമ ലിങ്ക് സെന്റർ ആണ്. ഇനി അങ്ങോട്ട് ഒരുപാട് ലിങ്ക് സെന്ററുകൾ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, പഞ്ചായത്ത് തല എല്ലാ വാർഡിലും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ അതേ അടുത്ത പുതിയ ലിങ്ക് സെന്ററിന് വേണ്ടിയിട്ടുള്ള ദീപശിഖ കൈമാറ്റത്തിന്റെ സമയമാണ്. എല്ലാവരും എത്തിയിട്ടുണ്ട്. നേരത്തെ എഴുന്നേറ്റ് നിന്നിരുന്നു. അപ്പോ ആദ്യമേ തന്നെ ഞാൻ ഓരോ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ പഞ്ചായത്ത് തല വ്യക്തികളെ വിളിക്കാം. അവർ ഓരോരുത്തരായി വന്ന് ആ ദീപശിഖ ഏറ്റുവാങ്ങുക. അത് നൽകുന്നതിനായി ഫാദർ ജോയ് പുത്തൂർ അവരെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പൊ എല്ലാവരും റെഡിയായിരിക്കുക. നെക്സ്റ്റ് ഒരു ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായിട്ട് എറണാകുളം ജില്ലാ ചൂർണിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എ പി ഉദയകുമാർ അവരെ സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ പാലിയേറ്റീവ് ലിങ്ക് സെന്ററിന്റെ മലന്തരപ്പള്ളി അളകപ്പ പഞ്ചായത്തുകളിലേക്കുള്ള ഉദ്ഘാടനമാണ് നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ പ്രാധാന്യവും എല്ലാം ഇവിടെ വിശദമാക്കപ്പെട്ട് കഴിഞ്ഞു. ഇതുപോലെ തന്നെ ഇനി തൃശ്ശൂർ ജില്ല വിട്ടും എറണാകുളം ജില്ലയിൽ ഉൾപ്പെടെ ലിങ്ക് സെൻ്ററുകൾ ആരംഭിക്കുന്നു എന്നുള്ളതിൻ്റെ സന്തോഷം വളരെ ഏറെയാണ്. ശാന്തിഭവൻ അത്തരത്തിലുള്ള ഒരു ചുമതല ഇവിടെ ഫാദർ സൂചിപ്പിച്ചതുപോലെ ഫ്രാൻസിസ്കൻ സിസ്റ്റേഴ്സിൻ്റെ മഠം ആലുവയിൽ ചൂർണിക്കര പഞ്ചായത്ത് വളരെ സുദൃഢമായ രീതിയിലുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. 25 വർഷം പിന്നിട്ട് കഴിഞ്ഞതിൻ്റെ ആഘോഷം നടന്ന അവസരത്തിൽ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തത് അവിടുത്തെ പൊതു സമൂഹം തന്നെ വിലയിരുത്തുകയുണ്ടായി. ആ പ്രദേശത്ത് ഒരു ലിങ്ക് സെൻ്റർ ആരംഭിക്കുന്നു എന്ന് പറയുന്നത് അങ്ങേയറ്റം സ്വാഗതാർഹമാണ്. ഞങ്ങളുടെ പഞ്ചായത്തിൽ പാലിയേറ്റീവ് രംഗത്ത് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള 535 പേര് 212 പേർക്കും ഹോം കെയർ ആവശ്യമാണ്. ആഴ്ചയിൽ ഒരിക്കൽ പോലും അവരെ സന്ദർശിക്കാൻ ഇപ്പോഴുള്ള പരിമിതമായിട്ടുള്ള സൗകര്യം കൊണ്ട് കഴിയും. അവിടെ ഒരു പുതിയ സെൻ്റർ കൂടി ഇങ്ങനെ വരുമ്പോൾ തീർച്ചയായും ആ പഞ്ചായത്താണെങ്കിൽ ഒട്ടേറെ രോഗികൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്താണ്. നമ്മുടെ ലോകത്ത് തന്നെ ഒരു പഞ്ചായത്തിൽ മെട്രോ വേറെ എവിടെയും ഉണ്ടാവില്ല. ചൂർണിക്കര പഞ്ചായത്ത് 4 മെട്രോ സ്റ്റേഷൻ കൂടി ഉൾപ്പെടുന്നതാണ്. കാർഷിക രംഗത്ത് ഇപ്പോൾ ഇവിടെ ഒരു വിത്തിന്റെ കൂടുതലാണ്. അവിടെ ഈ ശാന്തി ഭവൻ ഞങ്ങളുടെ പഞ്ചായത്ത് കൂടിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തരിശുനില കൃഷി അത് അവിടെ നടത്തുന്നതിൽ അവിടെ ആ തരത്തിൽ
4 ഏക്കർ സ്ഥലത്ത് നല്ല പൊന്നു വിളയിക്കുന്ന രീതിയിലുള്ള കൃഷി ചെയ്തുകൊണ്ടേറെ പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട്. ആ മേഖലയിൽ തന്നെ ഞങ്ങളിപ്പോൾ അവിടെയാണെങ്കിൽ വേറെ ഒരു 15 ഏക്കറോളം തരിശ് നിലത്ത് കൃഷി ചെയ്തിട്ട് പ്രത്യേകം ബ്രാൻഡ് അരി ഇറക്കി എല്ലാ വീടുകൾക്കും അത് സബ്സിഡി നിരക്കിൽ കൊടുക്കുന്ന ഒരു പദ്ധതിയൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. ആ വേളയിലാണ് ഇവിടെ ഇപ്പോൾ ഈ ലിങ്ക് സെൻ്ററുകൾ ആ പഞ്ചായത്തുകളിലൂടെ മറ്റു പലയിടത്തും ആരംഭിക്കാൻ പോകുന്നു. അതിൻ്റെ ദീപശില ഇവിടെ ഇപ്പോൾ കൈമാറപ്പെടുകയാണ്. എന്നത്തേക്ക് അത് അവിടെ എത്തി ഉദ്ഘാടനം ചെയ്യപ്പെടും എന്നുള്ളതിനെ പറ്റി ഒരു വ്യക്തതയില്ലെങ്കിലും വളരെ സമീപ ഭാവിയിൽ തന്നെ അത് ഉണ്ടാവും. തീർച്ചയായിട്ടും അതിന് ഉള്ളതുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി ഈ സന്ദർഭത്തിൽ ഈ പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള ചുക്കാൻ പിടിക്കുന്ന മുഴുവൻ പേരെയും വളരെ ആത്മാർത്ഥമായി അഭിനന്ദിച്ചുകൊണ്ട് എല്ലാ ആശംസകളും അർപ്പിക്കുന്നു. അഭിവാദ്യം. ഇന്ന് ദീപശിഖ ഏറ്റുവാങ്ങുന്നവരെ ഇത് നടപ്പിലാക്കേണ്ട കാലപരിധിയെക്കുറിച്ചുകൂടെ സൂചിപ്പിച്ചപ്പോൾ തീർച്ചയായിട്ടും അത് നന്നായി ഒരു ചോദ്യം വന്നത്. ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങൾക്കുള്ളിൽ ഈ വർഷത്തിനുള്ളിൽ തന്നെ ഡിസംബർ 31 തന്നെ ഈ ലിങ്ക് സെൻ്ററുകളുടെ പ്രവർത്തനം ആരംഭിക്കേണ്ടതാണ്. അതിനാവശ്യമായ എല്ലാ സംവിധാനങ്ങളും അഭയം ശാന്തിഭവൻ അതാത് മേഖലകളിൽ നടത്തുന്നതാണ് എന്ന് ഔദ്യോഗികമായിട്ട് ഇവിടെ അറിയിക്കുന്നു. ഡിസംബർ 31 മുൻപ് എന്ന് പറയാൻ കാരണം ഡിസംബർ 31 ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റലിൽ ഒരു ന്യൂ ഇയർ അതായത് നമ്മളുടെ വർഷാവസാനം ന്യൂ ഇയർ സെലിബ്രേഷൻ എന്ന നിലയിൽ ഒരു സെലിബ്രേഷൻ സെറ്റ് ചെയ്യുന്നുണ്ട്. ആ സെലിബ്രേഷൻ സെറ്റ് ചെയ്യുന്നതിൻ്റെ മുൻപ് എല്ലാ സെന്ററുകളുടെയും പ്രവർത്തനം ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരിക്കുമെന്ന് ഔദ്യോഗികമായിട്ട് ഇവിടെ അറിയിക്കുന്നു. താങ്ക് യു. ഇനി അടുത്ത ദീപശിഖ കൈമാറ്റമാണ്. അതിനു മുൻപായി ഇത്രയും നേരം ഇവിടെ നിന്ന് സംസാരിച്ചു, നീലക്കോട്ടൊക്കെ ഇട്ട് സംസാരിച്ചു. ഞാൻ പേര് പറയാൻ മറന്നു, പരിചയപ്പെടുത്താൻ മറന്നുപോയി. 2-3 ചോദ്യങ്ങൾ വന്നപ്പോൾ ഒന്ന് പറയുകയാണ്. എൻ്റെ പേര് സുരാജിതാണ്. നമ്മുടെ ശാന്തിഭവൻ ഹോസ്പിറ്റലിലെ പരിപാടിയിൽ ഉണ്ടായവർക്ക് ഇത് സുപരിചിതനാണെന്ന് തോന്നുന്നു.